ബനാറസിൽ ഇപ്പോഴും നന്നായി മൂവിങ് അല്ലെ. മുന്താണിയുടെ പോഷൻ നോക്കിയേ, ഈ വീവിങ് അടിപൊളിയായിട്ടുണ്ട്. യൂട്യൂബില് വീഡിയോ കണ്ടിട്ടാണ് ഈ ഷോപ്പിനെ കുറിച്ച് അറിയണേ. ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ. ഇത് കണ്ടില്ല, ഒന്നുകൂടി വിരിച്ചിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിന്റെ പൈസ പോലും വരുന്നില്ല. ഒരു ബ്ലൗസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ തന്നെ ഫുൾ ഒരു എംബ്രോയിഡറി കാഞ്ചീപുരം സാരി. നമുക്ക് ഇവിടെ ബ്രൈഡിനും സാരി കിട്ടൂട്ടോ. ഫസ്റ്റ് ലോഞ്ചിങ്. യെസ്. ഓക്കെ. പ്ലാഡി പിടിച്ചോ. ഹാൻഡ് പ്രിന്റ് ആണ് ഇത്, ബാംബൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഫുൾ കട്ട് വർക്ക് ആണ് എംബ്രോയിഡറി. ഫുൾ സ്ലീവ് മൊഡാൽ സിൽക്കില് ചന്തേരിയില് ഫുൾ എംബ്രോയിഡറി. ഇത് ബോർഡർ അടിപൊളി. നമ്മുടെ പുലി ആരാ? ഇതില് പ്രത്യേകിച്ച് ഒരു വർക്കില്ല, കളറിലാണ് ഇതിന് കാശ് അല്ലെ. ഇതും കാണാൻ ഒരു ചന്തണ്ട്. കാശ് കുറവിന് നമുക്ക് അടിപൊളി സാധനം എന്ന് പറയില്ലേ. പ്ലാഡി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ചെയ്യുന്ന ഒരു ടോപ്സ് ആണ് ഇതെല്ലാം. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാം സ്റ്റേറ്റിലത്തെ സാരി കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അതും ട്രെൻഡി കളക്ഷൻസ്, പുതിയത്തെ ലേറ്റസ്റ്റ് കളക്ഷൻസ്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രസ് ക്ലബ് റോഡിലാണ് കേട്ടോ. അപ്പം മേനക ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ആ സൈഡാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ പ്രസ് ക്ലബ് റോഡ്, അവിടെ പ്രസ് ക്ലബ്ബ് കാണാം. ആ വഴിക്കൊക്കെ വന്ന ഒരു 10-20 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം വേഗാസ് വൈശാലി എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോപ്പ് മാത്രമല്ല, ഈ ഒരു ബിൽഡിംഗ് മാത്രമല്ല, തൊട്ട അപ്പുറത്തും കൂടി ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പം 2 ബിൽഡിംഗ് ഇവിടെ തൊട്ടടുത്തായിട്ടാണ്. ഈ ഒരു സെക്ഷനാണെങ്കിൽ മൊത്തം സാരീസിൻ്റെ സെക്ഷൻ, അപ്പുറത്തെ ബിൽഡിങ്ങിലാണെങ്കിൽ മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസ്. പിന്നെ ഒരു ബിൽഡിംഗ് കൂടി ഉണ്ട്, അത് മൊത്തം ഗോഡൗൺ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം സാരീസ് തുടങ്ങിയിട്ട് പിന്നെ ബാക്കിയുള്ള കളക്ഷൻസ് നോക്കാം. നമുക്ക് അപ്പുറത്തെ ബിൽഡിങ്ങിൽ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സാരീസ് ആക്ച്വലി ഇവർക്ക് 3 ഫ്ലോറാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോറിലാണെങ്കിൽ മൊത്തം യൂണിഫോം സാരീസ് ആണ്. അത് 100, 500 എത്ര പീസ് വേണമെങ്കിൽ കിട്ടും. അതിൻ്റെ പല മെറ്റീരിയൽസിലുള്ള യൂണിഫോം സാരീസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീം അനുസരിച്ച് വരുന്നവർക്കും ഇവിടെ, പക്ഷേ കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണാൻ വന്നത് ഇന്ന് എല്ലാം സ്റ്റേറ്റിലത്തെ സാരി കിട്ടുന്നത് അത് മുകളിലാണ്. മൊത്തം 3 ഫ്ലോറാണ് ഇവർക്കുള്ളത്. ഇത് ബില്ലിംഗ് സെക്ഷൻ. ഹായ് മുതലാളി നിൽക്കണ്ടല്ലോ, എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് നമുക്ക് വേണ്ടി വല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ടോ? പുതിയ വല്ല കളക്ഷൻസാ, ട്രെൻഡി കളക്ഷൻസാ? ഇപ്പൊ എന്താ ഉത്സവങ്ങളൊക്കെ വരാണ്? ഉത്സവമുണ്ട്, പെരുന്നാളുണ്ട്, പിന്നെ വെഡിങ് സീസൺ ഉണ്ട്. അതിനുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടംമാരുണ്ട്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കളക്ഷൻ കാണാം. അപ്പൊ എത്ര മൊത്തം 3 ഫ്ലോറാണ്. ഈ ഗ്രൗണ്ട് ഫ്ലോർ പിന്നെ ഫസ്റ്റ് സെക്കൻഡ്. അപ്പൊ സാരീസ് ആണ് ഈ ഒരു ബിൽഡിങ്ങിൽ മൊത്തം കിട്ടുന്നത് കേട്ടോ. അപ്പൊ സാരീസ് ആദ്യം ഫസ്റ്റ് കാണാം. എന്തായാലും നടക്കട്ടെ. അപ്പൊ നമുക്ക് മുകളിലേക്ക് പോവാം. ഈ ഒരു സെക്ഷൻ മൊത്തം സാരീസാന്ന് പറഞ്ഞു. സാരീസിന്റെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നാ? ഞാനിവിടെ പോവാൻ എന്റെ കട വിട്ടിട്ട് എന്താ വെറൈറ്റി ഉണ്ടെന്നൊക്കെ അവിടെ താഴത്തെ ഒരു മുതലാളി പറഞ്ഞു. എന്താ കളക്ഷൻസ് എവിടെ നമുക്ക് കാണാം? ധൃതി പിടിക്കല്ലേ. ഞാനായിട്ടെന്നെ കുറിച്ച് ആദ്യം പറഞ്ഞ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വേഗാസിന്റെ അടുത്ത് പറയണ്ട, ഞാൻ വൈശാലിയുടെ സാരിയാണ് ഷെൽവി ഉടുത്തിരിക്കുന്നത്. ബ്ലൗസും ഞങ്ങളുടെ തന്നെയല്ലേ? റെഡിമെയ്ഡ് ബ്ലൗസ് കറക്റ്റ് ഫിറ്റ് ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല, കൈ മാത്രം ഫിറ്റ് ആണ്. ഇവിടെ ഒരു പൊടിക്കൊന്ന് ഓൾട്ടർ ചെയ്യണം. അത് ഓൾട്രേഷൻ വേണ്ടി വരും ചെറുതായിട്ട്. കൈക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരും. റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഞാൻ വേറെ ചെയ്തേക്കുക. എന്നാൽ ഇതിന്റെ ബ്ലൗസും ഉണ്ട് സെയിം ഈ ഒരു കളറിൽ തന്നെയാണ്. ഇത് ബനാറസി. ഇതിൽ കളർ ചേഞ്ച് ഉണ്ടാ? കുറെ കളേഴ്സ് കിട്ടും. 10 കളേഴ്സ് ഉണ്ട്. അപ്പൊ അതിലത്തെ ഏറ്റവും നല്ല അടിപൊളി കളർ നോക്കിയിട്ട് വേറെ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേരുന്ന കളറാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് കൊടുക്കാനായിട്ട്. അതെ, ഞങ്ങളുടെ കളക്ഷൻസ് കാണിക്കാം നമുക്ക്. പിടിച്ചോ. ആദ്യം തന്നെ സെമി ട്രസറിലാണ് കാണിക്കുന്നത് നമ്മള്. സെമി ട്രസറിൽ നിവർത്തി നമ്മുടെ കസ്റ്റമർ നിവർത്തിയാണ് എല്ലാം കാണേണ്ടത്. നിവർത്തി കഴിഞ്ഞാൽ ചീത്ത ഒരു കുഴപ്പമില്ല. ഇതാണ് പല്ലുവിന്റെ പോഷൻ വരുന്നത്. അതുപോലെ ഓവറോൾ ഇതുപോലെ ബൂട്ട വർക്ക്, കട്ട് വർക്കാണ്, എംബ്രോയിഡറി. കളേഴ്സ് പിന്നെ ചോക്കിയുണ്ട അവിടെ ഉണ്ട്. എല്ലാത്തിനും കളേഴ്സ് 4 കളർ 5 കളർ ഉണ്ടാവും. നെക്സ്റ്റ് ചന്തേരിയില് ഫുൾ എംബ്രോയിഡറി. ഒരു ജെറി ബോർഡർ വന്നിട്ടുണ്ട് താഴെ തന്നെ ഇങ്ങനെ. അപ്പൊ ഇതൊക്കെ വിത്ത് ബ്ലൗസോട് കൂടിയിട്ട്. അതുപോലെ തന്നെ ഈ കാണിക്കുന്നതിന്റെ എല്ലാം കളേഴ്സ് എടുക്കണം എന്ന് നിർബന്ധമില്ല അല്ലെ? എല്ലാം കളേഴ്സ് എടുക്കണം എന്ന് നിർബന്ധമുണ്ടോ? എങ്ങനെയാ? അതായത് അത് പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ ഒരു ചില ഐറ്റംസിൽ പ്രീമിയം സെക്ഷനിൽ, അതായത് 1000 മേളിലേക്ക് ഉള്ളതിന് നമ്മൾ അവർക്ക് കളർ ചൂസിങ് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു 10 കളറൊക്കെയാണ് ഒരെണ്ണത്തിൽ വരുന്നെങ്കിൽ 5 കളർ അവർക്ക് സെലക്ട് ചെയ്യാം. 8 കളറാണെങ്കിൽ 4 കളർ സെലക്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഒരു 1000
താഴേക്കാണെങ്കിൽ അത് സെറ്റ് വൈസ് ആയിട്ട് തന്നെ റേറ്റ് നിങ്ങളുടെ ഇവിടുത്തെ ഹോൾസെയിൽ റേറ്റിന്റെ കാര്യം പറയണത് കേട്ടോ. പിന്നെ ഇതിൽ കുറെ ടാഗ് റേറ്റ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് ഫുൾ സെറ്റ് വൈസ് ആയിട്ട് തന്നെ എടുക്കേണ്ടി വരും. അതിപ്പോ 4 എണ്ണത്തിന്റെ ആയിരിക്കും, 8 എണ്ണത്തിന്റെ ആയിരിക്കും, 6 എണ്ണത്തിന്റെ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ആണ് എവിടെയാ നമുക്ക് നോ സെലക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് ഫുൾ എംബ്രോയിഡറി തന്നെ. ഈ പ്രാവശ്യം എംബ്രോയിഡറി ഇപ്പൊ കല്യാണ സീസൺ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ എംബ്രോയിഡറിയില്. അതായത് ഇപ്പൊ കല്യാണ സീസൺ, ഇപ്പൊ പള്ളി പെരുന്നാള്, ഉത്സവങ്ങള്, അങ്ങനെ ഒരുപാട് വന്നുകൊണ്ടേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അതെ, എന്താ പറയാ, കഴിഞ്ഞ അപ്പൊ തന്നെ തുടങ്ങിയ അവിടെ ഫെസ്റ്റിവൽസ് കാര്യങ്ങള് അങ്ങോട്ട് ഫുൾ ആപ്ലിക് വർക്ക്. ഇതും അടിപൊളിയാ. പല്ലുലാണ് ഇത് ഫുൾ. പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലൗസിന്റെ പോർഷനിൽ സ്ലീവിലും വർക്ക് ഉണ്ട്. ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ആപ്ലിക് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ കളേഴ്സ് ചൂസ് ചെയ്യാണ്ട് വീണ്ടും എടുത്ത് പറയണം. പിന്നെ ഇത് ഹോൾസെയിലാണ്, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങളിങ്ങനെയാ ഈ കല്യാണ പാർട്ടിയൊക്കെ വന്ന് കൊടുക്കോ? ഇല്ല. ആ, അതാ ചോദിച്ചറിയണ്ടേ. കുടുംബശ്രീക്കാർ വന്ന് കൊടുക്കോ? കൊടുക്കില്ല. ഒരു 10 പെണ്ണുങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഒരു 20 പീസ് എടുക്കാന്ന് പറഞ്ഞാൽ 10 വന്നാലും കൊടുക്കില്ല. 1 കോടി രൂപയുടെ അവരെടുക്കാന്ന് കൊടുക്കില്ല. അതാണ് ബിസിനസ് എത്തിക്കുന്നു പറയണത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഇവിടെ കച്ചവടക്കാർക്ക് മാത്രം. ഇത് പറഞ്ഞേ, ഇതും ഫുൾ ജോർജറ്റിലാണ് ഇത് മെറ്റീരിയൽ. ഫുൾ എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ബോർഡറും ഫുൾ ബോർഡറും ബോഡിയൊക്കെ ഫുൾ വർക്ക്. പിന്നെ ലെവൻഡർ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷെയ്ഡിലും ഫുൾ വർക്ക് എംബ്രോയിഡറിയിലൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതിനും സൂപ്പർ ആയിട്ടുള്ള സാരി കാന്ത വർക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ലേ. ശരിക്കും ഈ പല്ലു അല്ലാട്ടോ എനിക്ക് ഇഷ്ടമായത്. ഈ ഒരു നോക്കേ, ബോഡിയിൽ നല്ലൊരു മൾട്ടി കളറാണ്. അത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഈ ചെയ്തിരിക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കാ. കാന്തയില് ഇടയിൽ ഒരു നൂല് വെട്ടുണ്ട്, അത് പോട്ടെ. കണ്ട, അതും ആ കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഗ്രേ ആൻഡ് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത്. അത് കാന്ത വർക്ക് ആണെങ്കിൽ ഇത് കാന്ത പ്രിന്റ് ആണ്. രണ്ടും മാറ്റമുണ്ട്. ഇതൊക്കെ കൈകൊണ്ട് ചെയ്യുന്ന വർക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മറ്റേതാണെങ്കിൽ പ്രിന്റ് ആണ്. രണ്ടും ദൂരത്തെ കൂടെ ചിലപ്പോൾ കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് അല്ലേ? പിന്നെ നെക്സ്റ്റ് ഒരു സെമി കാഞ്ചീപുരം സാരി. നമുക്ക് ഇവിടെ ബ്രൈഡിനും സാരി കിട്ടും കേട്ടോ. അല്ല, അതും കൂടി ഉണ്ടെന്ന് പറയാന്ന് വെച്ചാൽ നമുക്ക് കാഞ്ചീപുരം തൊട്ട് നമുക്ക് എന്താ പറയാ, ഓഫീസ് വെയർ, ഡെയിലി വെയർസ്, അങ്ങനെ ആ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. വാവ്, അടിപൊളി കളറാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടം പറയാനായിട്ടുള്ളത്. ഇതിലും അടിപൊളി കളേഴ്സ് ആണ്. ഇതിലും ഇങ്ങനെ കോൺട്രാസ്റ്റ് വന്നിട്ട് സെൽഫ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. എല്ലാത്തും ഇതിലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 കളർ 7 കളർ അങ്ങനെ ഉണ്ടാവും കളേഴ്സ്. ഇത് നെക്സ്റ്റ് ബനാറസിൽ ഇപ്പോഴും നന്നായി മൂവിങ് അല്ലേ? എന്നെ പോലെ നിത്യ യൗവനോടൊന്നും. അയ്യോടാ, ഇത് ബനാറസിൽ ഇപ്പൊ ഇത് സെൽഫാണ്. അതുപോലെ തന്നെ കോൺട്രാസ്റ്റിലും വരുന്നുണ്ട് അല്ലേ? കോൺട്രാസ്റ്റിൽ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെയുണ്ട്, വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് വരുന്നത്. ഇതും ബനാറസിയാണ് കേട്ടോ. അത് ജോർജറ്റില് ഓരോ മെറ്റീരിയൽ ഉണ്ട് ബനാറസില്. അത് ഇപ്പൊ ഇത് ജോർജറ്റില്. ഇതില് ബ്ലൗസ്, ഇത് എന്താ സംഭവം ഈ ഇരിക്കണത്? ഇത് വീവിങ്. കണ്ട, ഇത് ഞാൻ കണ്ടപ്പോഴേ ഡിസൈനാന്ന് വിചാരിച്ചത്. ഉൾ പോർഷൻ ആണ്, വീവിങ് ആണ്. ഇതാണ് ബ്ലൗസിന്റെ പോർഷൻ വരുന്നത്. ഡിസൈനിലെ അടിപൊളി. ഓക്കെ, ഇതും ബനാറസി തന്നെ. ബനാറസിൽ ഇഷ്ടംപോലെ വെറൈറ്റികൾ ഇറക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം അല്ലേ? ബനാറസിയില് കണ്ട ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇപ്പൊ ഈ കണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് റേറ്റ് ചോദിച്ചാൽ നമ്മൾ പറയും. കച്ചവടക്കാരാണെങ്കിൽ പറയും. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് പ്രാവശ്യം കമന്റുകൾ വന്ന പോലെ. അല്ല, കച്ചവടക്കാരാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവര് ചോദിക്കും, അപ്പൊ നമ്മൾ വില പറഞ്ഞു കൊടുക്കാം. അല്ലാത്തൊരു ഇപ്പൊ ചിലർ വില അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് സ്ക്രീൻഷോട്ട് ചോദിക്കുന്നവരുണ്ട്. കൃത്യമായിട്ട് ഒരു തെളിവ് കൊടുത്താൽ മാത്രമാണ് അതിന്റെ റേറ്റ് എടുത്ത് പറയുള്ളൂ, അല്ലെങ്കിൽ നമ്മളത് പറയൂല. നമുക്കറിയാലോ, ഓരോരുത്തരുടെ കോള് വരുമ്പോ സംസാരം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ജോർജറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിന്റെ ഒരുപാട് കോമ്പിനേഷൻ ഞാൻ കെട്ടിയിരിക്കണതല്ല ബ്ലാക്കിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ മൾട്ടി കളർ വരുന്നുണ്ട്. ആ ബ്ലാക്കിൽ അത് ഫുൾ പ്യുവർ ജോർജറ്റ്. അതിലിപ്പോ കോൺട്രാസ്റ്റിൽ വരുന്നുണ്ട്, സെൽഫിൽ വരുന്നുണ്ട്, പല പല പ്രിന്റ്സിൽ വരുന്നുണ്ട്. നല്ല സുഖമായിരിക്കും അത് വെയർ ചെയ്യാൻ. ഓർഗൻസിലെ എംബ്രോയിഡറി, ഫുൾ ഓർഗൻസിലെ എംബ്രോയിഡറി വർക്ക് ആട്ടോ. എംബ്രോയിഡറി ഒന്ന് കാണിച്ചോ, ആ ഒരു ഫിനിഷിങ്. അപ്പോൾ ഇതിലും ഒരുപാട് എംബ്രോയിഡറിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഖാദി സിൽക്ക്. ഇതും എംബ്രോയിഡറി.
എംബ്രോയിഡറി വിട്ടിട്ടുള്ള കളിയില്ലാന്ന് ഇല്ലല്ലേ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ പോകുന്നത് എംബ്രോയിഡറി ആണ് മൂവിങ്ങില്. അത് പിന്നെ അവർക്ക് കച്ചവടക്കാരന്റെ ഇടയിൽ അങ്ങനെയാണല്ലോ. നല്ല സൂപ്പർ. ഞാൻ ഇപ്പൊ ഒരു ഡിസൈൻ ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-20 ഡിസൈൻ ഇപ്പൊ എന്റെ കയ്യിൽ അവൈലബിൾ ഉണ്ട്. ഇത് നന്നായിട്ട് പോകുന്ന ഒരു വെറൈറ്റി. പിന്നെ ഇതെന്നൊക്കെ പറയുമ്പോ ഇപ്പൊ പള്ളിയിലേക്കൊക്കെ കൂടുതൽ ഈ കളറാ പറയാം. പള്ളിയിലേക്കൊക്കെ നന്നായിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. പള്ളിയില് ഒരു വിധം പ്രായമുള്ള ഷെൽമിനെ പോലുള്ള പ്രായമുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കും. നോ കമന്റ്സ്. നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ടോക്കാണ് സംസാരിക്കുക. ആൾക്ക് ഇപ്പോഴും ഒരു കുട്ടിത്തം മാറിയിട്ടില്ല. ഓക്കെ, സമ്മതിച്ചു. കുട്ടിത്തം പറയുമ്പോ ഒരു 2 വയസ്സായ കുട്ടിത്തട്ടാ. അടുത്തത് എംബ്രോയിഡറിയില്. ഇതും ക്രഷിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ക്രഷ് മെറ്റീരിയലിൽ നമുക്ക് എംബ്രോയിഡറിയുടെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബോർഡർ ഫുള്ള് ഈ ഒരു വർക്ക് തന്നെയാണ്. പല്ലുലും ഉണ്ട് കേട്ടോ. ഫുൾ ഓവറോൾ ഇത് തന്നെ. ഇനി വരുന്നത് ഒരു വൈറ്റില് റെഡ് കോമ്പിനേഷൻ കുറെ ഉണ്ട്. അതൊരു സീസൺ അനുസരിച്ചിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇപ്പോഴത്തെ സീസൺ അനുസരിച്ചിട്ട് ഇത് കുറെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് കണ്ടോ, ഇതിന്റെ ഫാൻസി ബ്ലൗസ് ആണ് ഇത്. ഓർഗൻസിനല്ലേ ബ്ലൗസ് ഇതല്ലേ ബ്ലൗസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഈ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് തന്നെയല്ലേ ഈ കൊടുത്തിരിക്കുന്നത്? ആ ഒരു ഗ്രീൻ നോക്കിയാൽ അത് സെയിം സെയിം അല്ലേ? ആ, എനിക്കത് ഫ്ലവർ കണ്ടപ്പോൾ തന്നെ ഒരു പിടുത്തം കിട്ടി. ബ്ലൗസ് ഫുൾ റിച്ച് ആണ്, ഫുൾ ജക്കാർഡാണ്. റിച്ച് നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കും കൂടിയാണ് വരുന്നത് കേട്ടോ. പട്ട് സാരി അടിപൊളി. അത് വലിയ വലിയ വർക്കാണ് വന്നിരിക്കുക. ഫുൾ വീവിംഗ്. ഈ ബ്രാസോ ഇപ്പോഴും ഉണ്ടോ? ഉണ്ട് അല്ലേ? നന്നായിട്ട് നമ്മൾ കൂടുതൽ ഈ ദുപ്പട്ടയിലാണ് ഇതില് മെയിൻ ആയിട്ട് കണ്ടിരിക്കുന്നത്. സാരിയിലും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്രാസോര് വരുന്നുണ്ട്. ഓക്കെ, ജോർജറ്റ് പട്ട് സാരിയിൽ നല്ല കളക്ഷൻസും ഇറക്കിയിട്ടുണ്ടല്ലോ. ഇത് കോൺട്രാസ്റ്റിൽ കേട്ടോ. അതും ബോർഡർലെസ്. ടാഗില് പെട്ടു. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ലുക്ക് വരുന്നത്. ഓവറോൾ ഒരു സട്ടലായിട്ടുള്ള ഒരു ജെറിയുടെ ഷെയ്ഡ് അല്ലേ? ഇങ്ങനെ വർക്ക്. പിന്നെ അതിന്റെ കോൺട്രാസ്റ്റ് വേറൊരു മോഡൽ. പിന്നെ എല്ലാ സ്റ്റേറ്റിലും സാരി ഇവിടെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. എല്ലാ സ്റ്റേറ്റിലും സാരി ഉണ്ട്. പക്ഷെ എല്ലാ സ്റ്റേറ്റിലും സാരി എടുത്ത് കാണിക്കുകയാണെങ്കിൽ 2 ദിവസം വേണ്ടി വരും നമുക്ക്. നിൽക്കോ ഇവിടെ? അയ്യോ, ഞാൻ നിൽക്കൂല. ഞാൻ ഇപ്പൊ അത് അവര് വരും. അവര് വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുത്തോളൂ. പിന്നെ ഇതെന്ന് പറയുമ്പോ നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഒരു മലയാളി ട്രഡീഷണൽ കളർ എന്നാണ് പറയാ. എല്ലാവരും കണ്ട അപ്പൊ തന്നെ കൊത്തിക്കൊണ്ട് പോണ കളർ. അടിപൊളി ഹൈറ്റ് അല്ലേ? പേഴ്സണലി എനിക്കും ഇഷ്ടമുള്ള ഒരു കളർ ഷെയ്ഡ്. നമുക്ക് കാണിച്ചാൽ ഒരു പ്രീമിയം ലുക്കിലുള്ള സാരികളാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കുറഞ്ഞ ടൈപ്പ് സാരികളുണ്ട്. അതുകൂടി കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ സെക്ഷൻ ഒന്ന് തിരിച്ചോ, ഒരു റിവ്യൂ തരോ? അതെ, വേണ്ടത്. ഒരു മിനിറ്റ് ഓടല്ലേ? അപ്പൊ അത് പറഞ്ഞാ മതി. എന്നെ പുകഴ്ത്തിയാ മതി. വരൂ, രണ്ടാളും ഓടണോ? ഒന്ന് ഒന്നും പറഞ്ഞേ. എന്താണ്? പറഞ്ഞോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞോ. എന്നെ കണ്ടിട്ടുണ്ടോ എല്ലായിടത്തും? കണ്ടിട്ടുണ്ട്. യൂട്യൂബില് വീഡിയോ കണ്ടിട്ടാണ് ഈ ഷോപ്പിനെ കുറിച്ച് അറിയണേ. അപ്പം കളക്ഷൻസ് ഒക്കെ ഒത്തിരി. ഞാൻ ഇതിനു മുമ്പ് വന്നതാ, ഒരിക്കൽ വന്നിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ കണ്ടാ വന്നത്. ഈ വീഡിയോ കണ്ടപ്പോ കളക്ഷൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ട് വന്നതാ. ഇഷ്ടപ്പെട്ടു. സാരിയുടെ നല്ല വെറൈറ്റീസ് ഇല്ലേ? അതെ അതെ. നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാ? ഞങ്ങളിവിടെ കാക്കനാട. ബിസിനസ് ചെയ്യുന്ന എന്റെ മദറാ ട്രിവാൻഡ്രത്താ ചെയ്യുന്നത്. ആ, ഓക്കെ. അമ്മയ്ക്ക് വേണ്ടിട്ട് മോള് വന്നതാന്നല്ലേ? കൂടെ കൂട്ടുകാരിയാണോ? ഒന്ന് വാ, ഒന്ന് പേര് ചോദിക്കട്ടെ. എന്താ ഇയാളുടെ പേരെന്താ? ഫേബ. ഇയാളുടെ പേരെന്താ? ജ്യോതിസ്. കൂടെ കൂട്ടിന് വന്നതാ അല്ലെങ്കിൽ? എനിക്ക് സ്വന്തമായിട്ട് ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് കണ്ടിട്ട്? എടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ നോക്കാം അല്ലേ? ലോ റേഞ്ച് സാരീസ് ആണ്. ഇതിനേക്കാളും ലോ ഉണ്ട് അത് മുകളില്. ഇല്ലില്ല, ലോ റേഞ്ച് 2 സെക്ഷൻ. അതായത് സെക്കൻഡ് ഫ്ലോറിലുണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ ആകുമ്പോ എങ്ങനെയാ നമുക്ക് കളക്ഷൻസ് എന്താ അവിടെ നിൽക്കണം? മുതലെളിയാ കാര്യമായിട്ട് ഇങ്ങനെ ഗുമ്മായിട്ട് ഒരാളെ നമ്മൾ താഴ്ത്ത് പിടിച്ചു. ബാക്കി രണ്ടാളെ അവിടെ പോയി. ഒരാള് മലക്കോയക്കണം. അതെ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നല്ല സംഭവങ്ങള്. പിന്നെ ഞങ്ങൾ നല്ല പിള്ളേരല്ലേ. പിന്നെ ഒരാളെ പോയി. ഒരാളുണ്ട്, ഓഫീസിലുണ്ട്. അതെയാ? ഓക്കെ. ഗിരീഷ് അവിടെയാണ്. ഇതിനെ കുറിച്ച് പറയൂ.
അത് ശരി. പറയൂ. നിങ്ങളുടെ സാരി നിങ്ങളല്ലേ പറയണ്ടേ, ഞാനാണ് പറയണ്ടേ? നല്ലൊരു ചെക്കില് ഫുൾ ബോർഡർ ഒക്കെ ആയിട്ട് ചെറിയ വന്നിരിക്കുന്ന ഒരു ഐറ്റമാണ്. സെമി ട്രസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു മെറ്റീരിയലാണ്. മുന്താണിയാണ് അതിന്റെ ലൈൻസ് വരുന്നത്. ഇതിനും കളേഴ്സ് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് ലോ റേഞ്ചിന്റെ സാധനങ്ങൾ വരുമ്പോൾ 5 കളർ 6 കളർ അങ്ങനെ തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഐറ്റംസ് അങ്ങനെ തന്നെ എടുക്കണേ. ഇതായിരിക്കും ഇതിന്റെ ബ്ലൗസ് വരുന്നത്. കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ്. കളറാണ് ബ്ലൗസ്. അപ്പൊ ഇതില് 5 അല്ലെങ്കിൽ 6 ആണെങ്കിൽ ഇപ്പൊ ഗ്രീനിന് പകരം അതില് റെഡ്, ബ്ലാക്ക്, യെല്ലോ അങ്ങനെ പല കളേഴ്സ് ആയിരിക്കും. ഇത് ബേസ് വൈറ്റ് ആയിരിക്കും. ഇനി ഇതും ഫുൾ വീവിങ് പ്രിന്റ് അല്ലേ, പക്ഷെ കാണുമ്പോ ഫുൾ വീവിങ്ങിന്റെ ഒരു ഫീലിംഗ് കേട്ടോ. അതാണ് വേഗസിലെ സാരികൾ. മതി. ഇത് നോക്കിയേ, ഇതിലും ഇതുപോലെ തന്നെ ഫുൾ ഓവറോൾ പ്രിന്റ് വരുന്നുണ്ട്. ബ്ലൗസിലും ഇതുപോലെ ചെറിയ 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 ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബ്ലൗസ് പോർഷൻ വരുന്നത്. സാരിയില് ജോർജറ്റില് നല്ല ലുക്ക് കാണാൻ. ഇതൊരു നേരത്തെ കാണിച്ച പ്യുവറിന്റെ ഫീലിംഗ് ഉണ്ടല്ലോ. പ്യുവർ ആണ്. നമ്മൾ ഓറഞ്ചിൽ ഇവിടെ വെച്ചത് ഒരു സെക്ഷൻ, ഇതിന്റെ സെക്ഷൻ വേറെ ആയതുകൊണ്ട് ഇവിടെ വെച്ചത്. ഇതിനും പല്ലുവിന്റെ പോർഷൻ ക്രോഷിയയാണ് വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു സൈഡ് ബോർഡറിന് പകരം ജോർജറ്റ് ആണെങ്കിൽ ഇത് ടെസർ ഫാബില് ക്രോഷ്യ തന്നെ. ഓ, ക്രോഷ്യ ഇപ്പൊ നല്ല മൂവിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഈ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കൂടുതൽ കാണുന്ന മീൻസ് അതിൽ കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ ട്രെൻഡിന് വേണ്ടി പോണ സാധനം കേട്ടോ ഇത്. ഇതില് ഇങ്ങനെയൊക്കെ ക്രോഷ്യയുടെ വർക്ക് സിമ്പിൾ പ്ലെയിൻ ആണ്. ജോർജറ്റ് ആണെങ്കിൽ ഇത് ചെറിയൊരു ടെസർ സിൽക്ക് വന്നിട്ട്. ഓക്കെ, കലങ്കാരി ആൻഡ് സിബോറി മിക്സ് വരുന്നത്. മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ആ പല്ലു പോർഷൻ അവിടെ ഇതേ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ലുക്ക് വരുന്നത്. കൊടുത്തു വരുമ്പോഴാട്ടോ അത് രസമായിരിക്കില്ലേ. കലംകാരിയാണ് കേട്ടോ ഇത് വർക്ക് വന്നതിന് കോൺട്രാസ്റ്റിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട്. ബ്ലൗസ് ആണ് ഇതിന്റെ അടിപൊളി എന്ന് പറയാനായിട്ടതാ. ഒരു ഇക്കത്ത് സ്റ്റൈലാണ്. ഇക്കത്തല്ല, ഇക്കത്ത് സ്റ്റൈല്. പ്യുവർ കലംകാരിയില് നല്ല സോഫ്റ്റ് അല്ല മെറ്റീരിയൽ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ. അതും പ്യുവർ കലംകാരിയിൽ ഇങ്ങനെ ഒരു ചെറിയ വർക്ക്. ബ്ലൗസ് ഇത് ബ്ലൗസും പല്ലും ഏകദേശം ഒരുപോലെ ഒന്ന് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. യെസ്, അടിപൊളി. പിന്നെ ഫുൾ എംബ്രോയിഡറിയില് ഇത് ശരിക്കും ഇങ്ങനെ ദൂരത്ത് കൂടെ എംബ്രോയിഡറിയുടെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ തൊട്ടുനോക്കിട്ടോ ഇത് എംബ്രോയിഡറി അല്ലാട്ടോ, ഇത് ഒരു പ്രിന്റിൽ വരുന്നതാണ്. ഓവറോൾ ഇത് തന്നെയല്ലേ ഫുൾ. നമുക്കിതിങ്ങനെ യൂണിഫോം ഒക്കെ ആയിട്ട് കിട്ടുമോ? ഇതിൽ കിട്ടില്ല, വേറെ യൂണിഫോമിന്റെ തന്നെ വേറൊരു സെക്ഷൻ തന്നെ. താഴത്ത് കുറെ ഇരിക്കണ കണ്ടല്ലോ നമ്മൾ, അത് യൂണിഫോമിന്റെ സെക്ഷൻ കേട്ടോ. അപ്പൊ അതില് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കിട്ടും. ഇത് ആകുമ്പോ നമുക്ക് ചിലതിലൊക്കെ യൂണിഫോം ഉണ്ട് കേട്ടോ. അപ്പൊ യൂണിഫോം ആയിട്ട് വേണമെങ്കിലും അവൈലബിൾ ആണ്. ലിനനില് പ്രിന്റ്. ഇതിന് മുന്താണിയാണ് നോക്കേണ്ടത്. ഇതാ ലിനനില് ഇങ്ങനെ ഇതാണ് മുന്താണിയുടെ പോർഷൻ വരുന്നത്. ബാക്കി ഓവറോൾ ഇങ്ങനെ ഫുൾ പ്രിന്റോട് കൂടിയിട്ട് വരും. അപ്പൊ ഈ ഒരു സെക്ഷൻ ഇപ്പൊ കാണിച്ചിട്ട് ഓൾമോസ്റ്റ് പ്രിന്റിലാണ് കൂടുതൽ വന്നിരിക്കുന്നത് അല്ലേ. ഇങ്ങോട്ട് പറയണ്ട ആരെങ്കിലും ഒരാൾ പറയും. ഇതെന്തത് പറ. വീവിങ്. ആ പറയ്. ഇത്ര നേരം ഞാൻ പ്രിന്റ് എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പൊ വിവിങ്ങിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വിത്തൗട്ട് ബോർഡറിലാണ് കേട്ടോ ഈ ഒരു ഫുൾ വർക്ക്. അതുപോലെ ഇതിന്റെ മുന്താണിയുടെ പോർഷൻ നോക്കിയേ. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ പോർഷൻ. പിന്നെ നല്ല യെല്ലോ കളർ. ഇത്ര നേരം പ്രിന്റ് ആയിരുന്നു അല്ലേ. ഇതാ സാരിയുടെ നീളം ഉണ്ട് കേട്ടോ. കറക്റ്റ് ആണോ നോക്കണ്ടേ. ഒരു സെമി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആ ഒരു രീതിയിൽ. പിന്നെ കോൺട്രാസ്റ്റില് ഇത് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുള്ള പറ്റിയ ഐറ്റംസ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ മെയിൻ ടാർഗറ്റ് നമ്മുടെ മാരേജ് ഫംഗ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. റീസെല്ലേഴ്സും അലൗഡ് ആണോ? റീസെല്ലേഴ്സ് അലൗഡ് ആണോ? റീസെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് ഓരോരോ പീസ് അയച്ചു കൊടുക്കരുത്. അത് പറയാതാണ് ആരെങ്കിലും ഒരാൾ പറയേ. അങ്ങനെ നിങ്ങളുടെ കടനെ കുറിച്ചിട്ടല്ലേ പറയണേ. അതായത് റീറ്റെയിൽ ഇല്ല ഇവിടെ. റീസെല്ലർ ഈ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ഈ ഒരു പീസ് തരും. അത് ചോദിക്കുന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. റീസെല്ലേഴ്സ് അലൗഡ് ആണോ അങ്ങനെ. അതായത് വേഗസ് വൈശാലി എന്ന് പറഞ്ഞത് പ്യുവർ ഹോൾസെയിൽ ഷോപ്പാണ്. കച്ചവടക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു
ബിസിനസ് ഏരിയ ആണ്. കച്ചവടക്കാരാകുമ്പോ അവർക്ക് എങ്ങനെ വേണേലും എടുക്കാതെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ സെറ്റ് വൈസ് ഉള്ളത് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണം. അല്ലാതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മളെ ഒരു 25,000 രൂപയെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം, നിർബന്ധമാണ് നമുക്ക്. പിന്നെ ആഴ്ചയിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കൊടുക്കും കച്ചവടക്കാർക്ക്. നമുക്കറിയാലോ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാല് നമുക്കറിയാം. ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യണവരുടെ കാര്യമാണ് പറഞ്ഞത് 25,000 എന്ന് പറയണത്. അല്ലെങ്കിൽ നമുക്ക് ആഴ്ചയിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ എമൗണ്ടിന് മേടിക്കണം എന്നില്ല അല്ലേ? ഓക്കെ. ഇതില് പ്രത്യേകിച്ച് ഒരു വർക്കില്ല എന്ന കളറിലാണ് ഇതിന് കാശ് അല്ലേ? പ്യുവർ ജൂട്ടിന്റെ ഒരു കൺസെപ്റ്റ്. അത് വിത്തൗട്ട് ബോർഡർലെസ്സിൽ ഒരു വർക്കില്ല, ഒരു പ്രിന്റും ഇല്ല, ഒരു വീവിങ്ങും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇത് വരുന്നത് ജോർജറ്റില്, രണ്ടും ജോർജറ്റ് തന്നെയാണ്. രണ്ടും ജോർജറ്റില് ഇതില് ലൈൻ പോയിട്ടുണ്ട് അല്ലേ? ചെറിയൊരു ബ്രാസോ ഡിസൈൻ പോലെയാണ്. അതെ. ഇത് ബ്രാസോ ആണെങ്കിൽ അത് നോർമൽ പ്രിന്റിലാണ് വരുന്നത്. രണ്ടും ജോർജറ്റ് തന്നെയാ. രണ്ടും ജോർജറ്റ് ആണ്. രണ്ടിന്റെയും മാറ്റം ഇതാണ് വരുന്നത്. അത് നോർമൽ പ്രിന്റ് ആണ്, ഇത് ബ്രാസോ. പിന്നെ വരുന്നത് ജോർജറ്റില് അല്ല, ജോർജറ്റില്ല, ചന്തേരിയില് ബ്രഷ് പെയിന്റ്, അതില് ആരി വർക്ക്. ഇതിപ്പോ ബ്ലാക്ക് ഇങ്ങനെ കളേഴ്സാ മാറാ അല്ലെങ്കിൽ ഇതിന്റെ ഈ വർക്കാണ് മാറാ? ഈ കളേഴ്സ് ആണ് മാറാ അല്ലേ? ഓക്കെ. നോർമലി ഞാൻ വിചാരിച്ചു ബേസിൽ വരുമ്പോ അതിന്റെ ആ വർക്കായിരിക്കും മാറാം, പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഇതും കാണാൻ ഒരു ചന്ത ഉണ്ട്, നല്ല രസമായിരിക്കും. ചന്തമുള്ളതാണ്, പക്ഷെ ഇവിടെ ഉള്ളവർ മാത്രം ചന്തമില്ലാത്തവരാണ്. പോവാ നമുക്ക്. കുറവുണ്ടല്ലേ? അത് തന്നെ എന്താ വീഡിയോ ചെയ്യാൻ വന്ന ആൾക്കും കുറവുകളുണ്ടെന്ന്. ഓക്കെ, ലാസ്റ്റ് അവരിന്ന് പറയും കാണോ വേണ്ട. പോവാ. നമ്മുടെ ഇപ്പൊ ഫസ്റ്റ് ഫ്ലോറില്, സെക്കൻഡ് ഫ്ലോറിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്. ഓക്കെ. അതിൽ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഐറ്റം അറിയാമോ? സോഫ്റ്റ് കോട്ടൺ, മൽമൽ കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ. ഇതിപ്പോ നല്ല ട്രെൻഡിലാണ് നിക്കണം കേട്ടോ. ഇപ്പൊ ഇതിൽ തന്നെ ടെസൽസ് ഒക്കെ ആയിട്ട് വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കും, ദേഹത്തോട് ഇങ്ങനെ ഒട്ടി സുഖമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീച്ചേഴ്സ്, ഓഫീസ് വെയർ, അവർക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, കുറച്ചും കൂടി ഫാൻസി ആയിട്ടുള്ളത്, കുറച്ച് സെറി ടൈപ്പ് ആയിട്ടുള്ളത് കൂടുതലുള്ളത്. അപ്പൊ നോർമൽ ആയിട്ടുള്ളത് സെറിന്റെ അതിന്റെ ടെസൽസ് നോക്കിയാൽ പല കളറിലാണ് അത് വരുന്നത്. അടിപൊളി. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അതിന്റെ തന്നെ ഒരു ബോർഡർ മോഡലാണ്, 2 സൈഡ് വീതി കൂടിയ ബോർഡർ വിത്ത് ഇതിന്റെ ഒക്കെ പല്ലുമൊക്കെ സിമ്പിൾ ആയിരിക്കുള്ളൂ വരുന്നത്. പക്ഷെ സാരിയുടെ കനം ഭയങ്കര കുറവല്ലേ? ഒട്ടുമില്ല ആ ഒരു ഫീലിങ്. ഇതും സോഫ്റ്റ് തന്നെയല്ലേ? ഇതൊക്കെ സോഫ്റ്റ്, കാണിക്കുന്ന എല്ലാം സോഫ്റ്റിലാണ്. സോഫ്റ്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മീൻസ് ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലുണ്ട്, 10-100 ഡിസൈൻ ഉണ്ട് എന്റെ കയ്യിൽ. ഇതിൽ തന്നെ അല്ലേ? സോഫ്റ്റ് കോട്ടൺ. ഇത് അതിന്റെ കുറച്ചും കൂടി ചെറിയൊരു ജെറി ബോർഡർ ആയിട്ട് കോൺട്രാസ്റ്റിൽ വരുന്നത്. സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് കാണാൻ. ത്രെഡ് രണ്ട് സൈഡും ആ ഒരു സെയിം വീതിയോട് കൂടിയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അതിൽ തന്നെ ഒരു വീതി കൂടിയ ജെറി ഉള്ളത്. ഇത് മുന്താണിയുടെ പോഷൻ ഫുൾ വീവിങ്ങിലാട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഫുൾ വീവിംഗ് ആണ്. ഇത് ബോഡി കംപ്ലീറ്റ് വീവിംഗ്, മുന്താണിയിൽ നല്ലൊരു ജെറി വർക്ക് ഉണ്ട്. നെക്സ്റ്റ് അടുത്ത ട്രെൻഡ് ആയിട്ടുള്ള കല്യാണി കോട്ടൺ. കല്യാണി കോട്ടൺ എപ്പോഴും ഏത് കാലത്തും അതൊരു ട്രെൻഡ് തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് ഒന്നുകൂടി ഹിറ്റ് ആയിട്ടുണ്ട് അല്ലേ? കൂടുതലും മൂവിങ് ആണ്. ഉടുക്കാനും സുഖമുണ്ടല്ലോ. കല്യാണി കോട്ടണിൽ പല വെറൈറ്റി ആയിട്ടുള്ള ചെക്ക് സാരികൾ. അത് മൈക്രോ ചെക്ക് ഉണ്ട്, അതുപോലെ നോർമൽ, മീഡിയം, പിന്നെ വലിയ ചെക്ക്. അതിൽ ബൂട്ട വർക്ക്സ് വേണം, ബൂട്ട വർക്ക്സ് ഇല്ലാണ്ടുണ്ട്. ബോർഡറിൽ ഇങ്ങനെ ഒക്കെ കൂടുതൽ ത്രെഡ് ആയിരിക്കും വരും അല്ലേ? കൂടുതൽ ത്രെഡ് വീവിംഗ് ആണ് ഇതിൽ. ഇതൊക്കെ ഇത് ഫുൾ ഒരു ത്രെഡിൽ തന്നെ ഒരു സെറി വീവിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതും കല്യാണി കോട്ടൺ തന്നെ. അത് രണ്ട് സൈഡ് സെയിം ആ ഒരു വീതിയോടെ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വന്നത് അതിന്റെ തന്നെ ഒരു ഇത് എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവും ഈ ഒരു സാരി അല്ലേ? ബ്ലാക്ക് ആൻഡ് റെഡ് ഇല്ലാത്തൊരു ചുരുക്കമാണ്. കല്യാണി കോട്ടൺ ഇഷ്ടപ്പെടുന്ന പല പല ബോർഡർ വരുന്നത് ഇങ്ങനെ പ്ലെയിനില്. ഇത് ഈ സെക്ഷനിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിലും കെട്ട് തന്നെയാണ് എടുക്കേണ്ടത്? ഇതിൽ വരുന്നതും ഇപ്പൊ ഇവിടെ ഒരു കെട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഇതില് ഒരു കെട്ട് എന്ന് പറയുമ്പോൾ അതില് ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും. ചിലതില് 4 പീസായി 6, 10, 8, 12 അത് നിങ്ങൾ ഏതാ സെലക്ട് ചെയ്യുന്ന അതിനനുസരിച്ചിട്ടായിരിക്കും എണ്ണം.
ഓക്കെ, അടുത്തത് വേറെ ഒരു ചെറിയൊരു ചെക്ക് മോഡൽ. ഇതും കല്യാണി കോട്ടൺ തന്നെ. യെസ്, കല്യാണി കോട്ടണിൽ കുറെ കളക്ഷൻസ് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. ഇതാ ഈ ഒരു ഫുൾ മൈക്രോ ചെക്ക്, ഇതിനേക്കാളും മൈക്രോ ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ചെക്ക്. അപ്പോൾ ഇതും കല്യാണി കോട്ടൺ തന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു വെറൈറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സിൽക്കിൽ. ഓ, കോൺട്രാസ്റ്റിൽ. യെസ്, കോൺട്രാസ്റ്റിൽ സിൽക്കിൽ വരുന്ന. ഓ, ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് പർപ്പസിന് കൊടുക്കാനായിട്ടും നമുക്ക് അത്യാവശ്യം ചെറിയ ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്. അതെ, ഇത് റോസ് ജെറി. റോസ് ജെറിയിൽ ഇത് തന്നെ വെറൈറ്റി ആയിട്ടുള്ള. രണ്ട് സൈഡും ഒരുപോലത്തെ ബോർഡർ ആണോ ചോദിച്ചാൽ അല്ല. ഇത് കുത്തള ഭാഗം ചെറിയൊരു ബോർഡർ, വലിയ ഭാഗം നമുക്ക് കാണുന്ന ഭാഗം. ഞാൻ വിചാരിച്ച അങ്ങനെ പറയാൻ വേണ്ടി പോണതാ. അവരുടെ കൂടെ നിന്ന് ഇതൊക്കെ പഠിച്ചു. ഓ, നമ്മുടെ പുലി ആരാ? നെക്സ്റ്റ് ഇതും ഒരു കോൺട്രാസ്റ്റിൽ ഫുൾ ഒരു ത്രെഡാണ്. ബ്ലാക്ക് ജക്കാർഡ്, അതും ബോർഡർ ഉള്ളത്. കളർ അടിപൊളിയായിട്ട് അല്ലേ? നന്നായിട്ട്. ഇതെല്ലാം വൈശാലിന്റെ സാരിയാണ്. അല്ല, ഇതിനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞ, ഇതിന്റെ കളർ നന്നായിട്ട്. അങ്ങനെ. അപ്പൊ ഈ കളറോ? അല്ല, അത് വൈശാലിയിലെ ആണ്. അപ്പൊ അതാണ് ആ ഡയലോഗ് പറയുമ്പോഴേക്കും ഞാൻ ഇത് പറഞ്ഞത്. ഇത് കോൺട്രാസ്റ്റിൽ തന്നെ വരുന്നത് കേട്ടോ. ഇതിൽ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്, ചാർക്കോളിന്റെ ചെറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതായത് പറയിപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ വീവിങ് എനിക്ക് ഇഷ്ടമായിട്ടോ, നല്ല രസമായിട്ടില്ല ആ വീവിങ്. ചന്തേരിയിലാ മെറ്റീരിയൽ. ചന്തേരി ഈ വീവിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വീവിങ് നോക്കിയാൽ നല്ല രസമായിട്ട്, നല്ല റിച്ച് പല്ലുകളാണ് കൊടുത്തിരിക്കുന്നത്. പല്ലുണികൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു ബോഡിയിൽ വരുന്ന വർക്ക് സൂപ്പറായിട്ട്. നെക്സ്റ്റ് വന്നത് ഹാൻഡ്ലൂം കോട്ടൺ. കല്യാണി കോട്ടൺ, ഹാൻഡ്ലൂം കോട്ടൺ, അങ്ങനെ അങ്ങനെ കോട്ടന്റെ വെറൈറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊരു വെറൈറ്റി സൂപ്പർ. ഇതൊരു ഹാൻഡ്ലൂം കോട്ടൺ തന്നെ, ബോർഡറും ഒക്കെ ആയിട്ട് വരുന്നതാണത്. ടെമ്പിളുടെ ഡിസൈൻ ഇല്ലാണ്ട് പിന്നെ രണ്ട് സൈഡും നല്ല വീതി കൂടിയ ബോർഡറും ഒക്കെ ആയിട്ട് വരുന്ന കോട്ടണില്. ഇതും അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി കോട്ടണില് തന്നെ. പ്രത്യേകിച്ച് കോട്ടൺ അല്ല, ഇത് ചന്തേരിയാണ്. ചന്തേരിയില് ഇങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് ബോർഡറിൽ ചെറിയൊരു സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഫീലിംഗ് ഉള്ളൂ. അങ്ങനെ ദൂരത്തെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നോർമൽ ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ബംഗ്ലാദേശ് കോട്ടൺ. ഒരു സ്റ്റേറ്റ് വന്നു കേട്ടാ. സ്റ്റേറ്റ് എന്ന് പറയാൻ ഇതിന്റെ ലുക്ക് എന്ന് പറയുമ്പോ ഇതിന്റെ ബോർഡർ തന്നെയാട്ടോ. ബോർഡറിന്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്. നല്ല രസമായിട്ടില്ലേ? ഒരു റെഡ്, ഗ്രീൻ, യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ്, മൾട്ടി കളർ ഷെയ്ഡ്. പുറത്തേക്കിങ്ങനെ നല്ല, അതും നല്ല ഫ്ലീറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ഉടുക്കാൻ. ഇതുപോലെ ചവറ് പോലെ ഉടുക്കരുതെന്നല്ലേ? അതല്ല പറയാവുന്ന ഇട്. അടുത്തത് ഇത് തിരിച്ചാണോ? അല്ല, പല്ലു ഇതാ കോൺട്രാസ്റ്റിൽ വരുന്നത് കേട്ടോ. സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ വീവിങ് കണ്ടോ? ഇത് തിരിച്ചിട്ടിക്കണത് നമ്മള്, അതാ ഞാൻ പറഞ്ഞത്. അതേനാ വീവിങ് കണ്ടാ? ഇതാണ് ശരിക്കുള്ള ലുക്ക് വരാം. ഇത് മുന്താണി. അതുപോലെ സൈഡിൽ ഇങ്ങനെ ഒരു ആ വീവിങ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഉൾട്ട സുൾട്ട എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് എടുത്ത വേഗം ലിനനിൽ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് ലിനൻ മെറ്റീരിയലിൽ തന്നെ കളേഴ്സും അതുപോലെ തന്നെ പ്രിന്റ്സും ഒരുപാടുണ്ട്. ഇൻഡിക്കോ ബ്ലൂവിലുണ്ട്. ലിനൻ പ്യൂർ ലിനനും ഉണ്ടോ? പ്യൂർ ലിനാണ് കാണിക്കുന്നത്. അല്ല മിസ്, രണ്ട് ക്വാളിറ്റിയിലുണ്ടോ? രണ്ട് ക്വാളിറ്റി ഉണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? കുറഞ്ഞതുണ്ട്. അപ്പൊ 2-3 ക്വാളിറ്റി ഉണ്ട്. അത് നേരിട്ട് വരണമെങ്കിൽ നമുക്ക് എങ്ങനെ വരേണ്ട കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എറണാകുളം. അതാണ് അഡ്രസ്. ഇതൊന്ന് വിരിച്ചൊന്ന് കാണട്ടെ. ഇത് കണ്ടില്ല? ഒന്നുകൂടി വിരിച്ചിട്ടുണ്ട്. ലിനനല്ലേ? ഈ ലിനനും രണ്ട് വ്യത്യാസമുണ്ട്. അതാ ചോദിച്ചത്. ഇത് പ്യൂർ അല്ലേ? കുറഞ്ഞ ക്വാളിറ്റി. അതന്നെ ഞാനും പറഞ്ഞത്, ഇത് ഇതാന്ന്. അപ്പൊ ലിനനിൽ 2-3 ക്വാളിറ്റി ഉണ്ട്. ടച്ച് ആൻഡ് ഫീൽ ചെയ്യാ. വരണമെങ്കിൽ അപ്പൊ നേരിട്ട് വരാം. ഷോപ്പിന്റെ സമയം വരുന്നത് നമുക്ക് 8:30, 8 മണിക്കാ, 9 മണിക്കാ. അതായത് നമ്മളൊരു 9 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ആവും. എത്ര മണിക്ക്? 7:30 വരെ. അതുപോലെ തന്നെ സൺഡേ സീസൺ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ എറണാകുളം മാർക്കറ്റ് എന്ന് അറിയപ്പെടും, അല്ലെങ്കിൽ എറണാകുളം പ്രസ് ക്ലബ് റോഡ്, പ്രസ് ക്ലബിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ജംഗ്ഷന്, പ്രസ് ക്ലബ് റോഡ് അങ്ങനെയൊക്കെ പറയാം. സെന്റ് തെരേസസ് കോളേജ്. അതെ,
പിന്നെ പ്രസ് ക്ലബ്ബ്, ഗസ്റ്റ് ഹൗസ്, ഗസ്റ്റ് ഹൗസ്, ഇതിന്റെ ഒക്കെ അടുത്ത് സിലോൺ ബേക്ക് ഹൗസ്. ബിരിയാണി കഴിക്കണമെങ്കിൽ അങ്ങോട്ട് പോവാം, ബിരിയാണി അങ്ങോട്ട് പോടാം, തുണി പഠിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 2 ബിൽഡിങ്ങിലായിട്ടാണ്. അവിടെ നോർമലി നമുക്ക് ആ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ നിന്നാൽ തന്നെ വേഗ സോഷ്യലി കാണാം. 2 ബിൽഡിംഗ് ആണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 3 ഫ്ലോർ ആയിട്ടുള്ള ഫുൾ സാരീസിന്റെ കളക്ഷൻസ് മാത്രമുള്ള സാരീസും അതുപോലെ തന്നെ റെഡിമെയ്ഡ് അല്ല റെഡിമെയ്ഡ് ബ്ലൗസ് ഇവിടെ റെഡിമെയ്ഡ് ബ്ലൗസ്, അതുപോലെ തന്നെ ഈ റണ്ണിങ് മെറ്റീരിയൽസ് അത് ഈ ബിൽഡിംഗ്. അപ്പുറത്തെ ബിൽഡിംഗിലാണെങ്കിൽ മൊത്തം അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ റെഡിമെയ്ഡിന്റെ കളക്ഷൻസ്, ടോപ്പ്, അത് നമുക്ക് എന്തെങ്കിലും കാണാം. ഇനി സാരീസിന്റെ ബാക്കിയുള്ളത് ഡിജിറ്റൽ വർക്ക്. പിന്നെ വരുന്നത് ഫുൾ ടിഷ്യൂല്, നെറ്റ് കോട്ടയില് ഫുൾ ടിഷ്യൂല് വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതും ഒക്കെ ഈ പറഞ്ഞ പോലെ കച്ചവടക്കാരാണെങ്കിൽ ഫുൾ എടുക്കണം കേട്ടോ. വീണ്ടും എടുത്ത് പറയണ ഒരു പീസായിട്ട് കിട്ടൂല. അപ്പോൾ ഹോൾസെയിലുകാർക്കാണ്. പിന്നെ നോർമലി ഇപ്പോൾ എന്താ പറയുക, കുറേ നാളായി നമ്മുടെ ചാനലിൽ വേഗ സ്പെഷ്യലി കിടന്ന് കളിക്കണം. അപ്പോൾ ഓൾറെഡി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് പുതിയ കളക്ഷൻസ് കാണിക്കാനും പല സ്റ്റേറ്റിലത്തെ സാരീസും കാണിക്കാനും. ഇപ്പോൾ ഉത്സവ സീസണ്, കല്യാണ സീസണ്, പള്ളിപ്പെരുന്നാൾ എല്ലാം വരുന്നതല്ലേ. എല്ലാത്തിനും സാരി വേണം. എല്ലാ വെറൈറ്റി ഉള്ള സാരി. അമ്പലത്തിൽ പോണെങ്കിൽ അമ്പലത്തിൽ പോണ സാരി ഉണ്ട്, പള്ളിയിൽ പോണെങ്കിൽ പള്ളിയിൽ പോണ സാരി ഉണ്ട്, കല്യാണത്തിന് പോണോ വെറൈറ്റി ആയിട്ടുള്ള സാരികൾ വേണമെങ്കിൽ അതിന് വരെ സാരി ഉണ്ട്. അതില്ല നമ്മുടെ കയ്യില്. പോച്ചമ്പള്ളി ഇക്കത്തിന്റെ ഒരു വർക്ക് വന്നിട്ട് ഇത് പ്യുവർ ആണ്. ഇത് പ്യുവർ ഇങ്ങനെ ഇപ്പൊ ഇവിടെ പെട്ടു എന്താണ്? അല്ല നമ്മളിവിടെ ഈ കോട്ടൺ ബേസ് കംപ്ലീറ്റ് ഈ ഏരിയയിലാണ്. അങ്ങനെ വെച്ചപ്പോ നമ്മൾ ഇവിടെ വെച്ചെന്ന് മാത്രം. ഓക്കെ ഓക്കെ. അല്ല പ്യുവർ നോർമലി ഇവിടെ വരാറില്ല, അതാ ഞാൻ എടുത്ത് ചോദിച്ചത്. അപ്പൊ ഇത് പല്ലുവിന്റെ പോർഷൻ. അടിപൊളി ഗ്രീൻ അല്ലേ, നല്ല ഗ്രീൻ. അതെല്ലാം മേത്ത് വെച്ച് അടിപൊളിയായിട്ടുണ്ട്. എന്താ പേടിക്കണ എന്തിനാ ഇവിടുന്ന് തരൂലേ? എന്തിനാന്ന് ഇപ്പൊ അങ്ങനെയാ, കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ, എനിക്ക് വരെ ഇവിടുന്ന് ഇല്ലാന്ന്, ഒരു സിംഗിൾ പീസ് വരെ ഇവിടെ ഇല്ല. അപ്പൊ കച്ചവടക്കാർക്ക് നമ്മള് കോട്ടണില് ഹാൻഡ് പ്രിന്റ് ഐറ്റംസ്, ഹാൻഡ് പ്രിന്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ കൈ കൊണ്ട് ചെയ്തിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ്, ഹാൻഡ് പ്രിന്റ്, അതേപോലത്തെ. ഇനി ബ്രഷ് പെയിന്റ് വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മതി. ഏതൊക്കെ ചോദിച്ചാൽ ഇവർക്ക് നോന്നുള്ള ഒരു വാക്കില്ല, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് സാരീസ് മാത്രം കാണിക്കല്ല, നിങ്ങൾ ചോദിക്കുന്ന വെറൈറ്റീസ് അതുണ്ട്. എന്ത് വെറൈറ്റീസ് വേണോ അതൊക്കെ ഉണ്ട്. ഇത് ബോർഡർ അടിപൊളി ബോർഡർ അല്ല, ആക്ച്വലി പല്ലു സൂപ്പർ വർക്ക് വരുന്നുണ്ടല്ലേ. സെലക്ഷൻ സൂപ്പർ ആയിട്ട് കേട്ടോ, അടിപൊളി. ഡിസൈനില് കോൾക്കാ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ ചെറുതും വലുതായിട്ട് എല്ലാം കൂടി സാധാരണ ഒരു പല്ലോടത്തായിട്ട് ചെറുത് അല്ലെങ്കിൽ വലുത് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ, എല്ലാം കൂടി ബ്ലൗസ് ഇത് കേട്ടോ. ഇതും സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ സാരി, കോട്ടന്റെ എന്താ പറയാ ഓയിൽ സാരി അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സാരികൾ നമ്മൾ പണ്ട് അമ്മമാരൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന, പണ്ടല്ല ചിലർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്ന സാരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം. ഇപ്പോഴും വീട്ടില് യൂസ് ചെയ്യുന്ന അമ്മമാരല്ല സാരിയൊക്കെ. എന്റെ അമ്മയൊക്കെ വീട്ടില് സാരി യൂസ് ചെയ്യുന്നത്. സാരി യൂസ് ചെയ്യണവർക്ക് അങ്ങനത്തെ ഉണ്ട്, പക്ഷെ സിംഗിൾ പീസ് ആയിട്ട് ഇല്ല മാത്രമേ. കളക്ഷൻ കാണിക്കണോ? അയ്യോ പോവാ, നമുക്ക് അപ്പുറത്തെ പിള്ളേയിൽ ഇനി കാണിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണിച്ചോട്ടെ ഇരിക്കും നമ്മള്. ഓക്കെ, ഡ്രസ് മാറിയാ പുറത്തേനോ? ടോപ്പിന്റെ സെക്ഷനിൽ പോവാന്ന് ബ്ലൗസിന്റെ റെഡിമെയ്ഡ് ബ്ലൗസ് കാണിക്കണ്ടേ? അപ്പൊ ടോപ്പിന്റെ സെക്ഷനിൽ പോവാന്ന് പറഞ്ഞപ്പോ അത് പിന്നെ അത് പറഞ്ഞിട്ട് എന്നെ ഡ്രസ് മാറ്റിച്ചേട്ടാ. അത് ശരി, എന്നെ പറ്റിച്ചതാണ്. റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറയുമ്പോ എങ്ങനെ എടുക്കണം അതാ ആദ്യം പറഞ്ഞേ. അത് ഇതിലിപ്പോ ഒരു 10 കളർ, കുറെ കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഒരു ഉദാഹരണം ഒരു 10 കളർ എന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. സൈസ് വരുന്നത് M, L, XL, XXL, XXL. ഓക്കെ, ഇങ്ങനത്തെ മെറ്റീരിയൽ ലൈക്ര മെറ്റീരിയൽ നമുക്ക് ഇങ്ങനത്തെ 2 മെറ്റീരിയൽ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. ഓക്കെ, മനസ്സിലായി. ബാക്കിയുള്ളതൊക്കെ ഫാൻസി ആണ്, അത് ഫ്രീ സൈസ് ആയിരിക്കുള്ളൂ. അപ്പൊ അതിൽ അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഓക്കെ, അപ്പൊ ഓരോരോ ബ്ലൗസിന്റെ ഡിസൈൻസ് നമുക്ക് പെട്ടെന്ന് കാണിച്ചു പോവാ. ഇത് നമുക്ക് ഫാൻസി ബ്ലൗസിൽ ഇതൊക്കെ സ്ലീവ് ഉള്ളിലുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതും വിത്ത് പാഡഡ് ആണ് ഇത് വരുന്നത്. ഫുൾ സ്ലീവ് മോഡൽ സിൽക്കില്, അതും ഫുൾ സ്ലീവില് വിത്ത് പാഡഡ്. ഇതൊക്കെ ഫിനിഷിംഗ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം നല്ലതാ, അടിപൊളിയായിട്ടുണ്ട്, നല്ല ഫിറ്റിംഗ്, നല്ല മൂവിംഗ് ഉണ്ട്. അതെ, ഇതൊക്കെ കൂടുതൽ പെട്ടെന്ന് പോകുന്ന ഐറ്റമാണ്. ഈ ഒരു സ്ലീവ്ലെസ് ലൈക്ര എന്ന് പറയുമ്പോൾ മിക്കത് എല്ലായിടത്തും ഉണ്ടാവും. നല്ലൊരു ബാന്തിനി സ്റ്റൈൽ പ്രിന്റില്, ബാന്തിനിയില് അതൊരു ബാക്ക് സൈഡിലാണ് കേട്ടോ ഇതിന്റെ ഹുക്ക് കാര്യങ്ങൾ. അതുപോലെ വീനെക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി.
കുറച്ച് സീക്വൻസ് വർക്ക്, ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫെൻഡി മെറ്റീരിയല് യെസ്, കാശ് കുറവിന് നമുക്ക് അടിപൊളി സാധനം എന്ന് പറയില്ലേ അതന്നെ. ഒരു സ്റ്റിച്ചിങ്ങിന്റെ പൈസ പോലും വരുന്നില്ല ഒരു ബ്ലൗസ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അതെ, ഇതിനൊക്കെ നിസ്സാര റേറ്റ് ഉള്ള കേട്ടോ. സ്റ്റിച്ചിങ്ങിനൊക്കെ 500-600 രൂപ അത്ര പോലും ഇല്ല. പ്രിന്റഡ് വേണമെങ്കിൽ പ്രിന്റ്, പ്ലെയിൻ സാരി പ്രിന്റ് സാരിയും കൂടി പ്രിന്റഡ് ബ്ലൗസും കൂടി യൂസ് ചെയ്യാം. സിൽക്കിലാണിത്. അങ്ങനെ അതിന്റെ പ്ലെയിൻ ബ്ലൗസുകൾ ഒക്കെ നല്ല വെഡിങ് പേർപ്പസിന് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കളക്ഷൻ. ഇതൊക്കെ ഫ്രീ സൈസ് ആണ്, നമുക്ക് മാർജിൻ ഉണ്ടാവും, ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അത്യാവശ്യം ഒരു 1.5 ഇഞ്ചിന്റെ മാർജിൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ബട്ടർഫ്ലൈ സ്ലീവില്. ഓ, ഇത് പിന്നെ എപ്പോഴും ഒരുവിധം എപ്പോഴും പോകുന്ന ഒരു ഐറ്റം ആണ്, എപ്പോഴും ഉണ്ടാവും, നമുക്ക് റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം. ഇത് ഇങ്ങനെ ഒരു സ്ലീവ് ആണ് വരുന്നത് ബട്ടർഫ്ലൈയുടെ. ഇത് വേറൊരു റഫൽ സ്റ്റൈലാണ്. ഇത് റഫൽ സ്റ്റൈൽ, ഇതൊരു ബട്ടർഫ്ലൈ സ്റ്റൈലാണ് കേട്ടോ സ്ലീവ് വരുന്നത്. രണ്ടും മെറ്റീരിയൽ ഇനിയുണ്ട് ബ്ലൗസിന്റെ ഒരുപാട് കളക്ഷൻ. മതി പോവാ വന്നേ, അല്ല പറഞ്ഞു തീരട്ടെ. ബ്ലൗസിന്റെ ഇനിയുണ്ട് ഒരുപാട് കളക്ഷൻസ്. പക്ഷെ എന്നെ വിളിച്ചോണ്ടിരിക്കണം, മതി വീഡിയോ ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമുക്ക് ഇതായത് നമ്മൾ ആദ്യം കാണിച്ചില്ല ആ ഒരു ലൈക്രയുടെ അതിന്റെ കളേഴ്സുകളും റണ്ണിങ് മെറ്റീരിയൽസ് ഉണ്ട്. അതുണ്ട് പിന്നെ റണ്ണിങ് മെറ്റീരിയൽസിൽ എല്ലാ വെറൈറ്റികളും ഉണ്ട്. ഇത് വിചിത്രയില് ഫുൾ 20 മീറ്റർ. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മളിത് കൊടുക്കുന്നത് 50 മീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയാക്കി 25 മീറ്റർ കൊടുക്കും. എത്രയാണോ അത് ഇരിക്കുന്നത് അത്. അപ്പൊ ഞാൻ 10 മീറ്ററിന്റെ ഇരിക്കണം 5 മീറ്റർ കൊടുക്കില്ല. അതായത് 50 മീറ്ററിൽ താഴെ ഉള്ളതിന്റെ നമ്മൾ പകുതിയായിട്ട് കൊടുക്കുന്നതായിരിക്കും. 20 മീറ്ററിന്റെ ആണെങ്കിൽ അത് മൊത്തത്തിൽ എടുക്കണം, 50 ആണെങ്കിൽ 25 ആക്കി തരും. അങ്ങനെയാണ് കണക്ക്. അപ്പൊ ഇത് മൊത്തം റണ്ണിങ് മെറ്റീരിയൽസിന്റെ ജസ്റ്റ് അതായത് ഫോയിൽ പ്രിന്റുകളുണ്ട്, നല്ല അജറക്കിന്റെ കോട്ടൺ പ്രിന്റുകളുണ്ട്, ജയ്പൂരി പ്രിന്റ്, കോട്ടൺ പ്രിന്റ്, അങ്ങനെ. അപ്പൊ അതിന്റെ വെറൈറ്റികളാണ് ഇതെല്ലാം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ബിൽഡിംഗിലേക്ക് പോയാലോ? ഇനി പോകുമ്പോ ഡ്രസ്സ് പറഞ്ഞിട്ട് വരൂല്ലേ? വീണ്ടും വാഷ്റൂമിൽ കറക്റ്റ്. ഇത് അടുത്ത ബിൽഡിങ്ങില് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ കുർത്തി ആൻഡ് കോട്ട് സെറ്റ് ചുരിദാർ മെറ്റീരിയൽസ് അല്ല, റെഡിമെയ്ഡ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് എല്ലാ ആയിട്ട്. അങ്ങനെ 3 ഫ്ലോറാണ്. ഞാൻ വിചാരിച്ചു ഈ ഫ്ലോറിലത്തെ കാര്യം മാത്രം പറയണത്. ഈ ഫ്ലോറിലാണെങ്കിൽ ഓൺലി കുർത്തി മാത്രം, കുർത്തീസ് മാത്രം. ഇതിന്റെ മേളിലത്തെ ഇതിലാണെങ്കിൽ കോട്ട് സെറ്റ് 3 പീസ് റെഡിമെയ്ഡ്സ്. അതിന്റെ മേളിലാണ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചാലോ? യെസ്, വേഗം കം ഓൺ. അപ്പൊ റെഡിമെയ്ഡിന്റെ ഒരു കളക്ഷൻസിൽ ഇപ്പൊ സിംഗിൾ കുർത്തീസും 2 പീസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായാലും ഓക്കെ. അപ്പൊ ഇത് സിംഗിൾ കുർത്തി വിചിത്രയില് ഫോയിൽ പ്രിന്റിൽ വന്നിരിക്കുന്നത് സ്ലീവ്ലെസ് ആണ്, പക്ഷെ ഉള്ളിൽ നല്ല സ്ലീവ് ഉണ്ടാവും. എല്ലാ ഇതിലും കളേഴ്സ് ഉണ്ട് അല്ലേ? ഇതിന് കളേഴ്സ് ഉണ്ട്, 4 കളേഴ്സ് വരും. സൈസ് വരുന്നത് M2 XXL ആണ് സൈസ് വരുന്നത്. ഒരു ഇതിൽ തന്നെ നമുക്ക് 4 സൈസ് എടുക്കണം എന്ന് നിർബന്ധമാണ്. കളേഴ്സ് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇല്ല, കളേഴ്സ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാം. സൈസ് ഫുൾ എടുക്കണം. അങ്ങനെ 4 എണ്ണത്തിന്റെ. പ്ലസ് സൈസസ് ഉണ്ടോ? ഇല്ല, പ്ലസ് സൈസ് കുറവാണ് നമ്മൾ ചെയ്യണത്. ഇതും ആ ഒരു വിചിത്രയില് ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു അംഗ്രക്ക സ്റ്റൈലിൽ ഒരു പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഹാൻഡ്ലൂം കോട്ടണില് അതൊക്കെ വെക്കുന്നുണ്ടല്ലേ? പിന്നെ ഹാൻഡ്ലൂം കോട്ടൺ ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിന്റെ ഓരോരോ സെറ്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ, എല്ലാ ഡിസൈൻസ് എടുത്ത് കാണിക്കുന്നില്ല. നമുക്ക് എല്ലാത്തിലും ഒരു 4-5 ഡിസൈൻസ് വരും. ഇത് പ്യുർ ജോർജറ്റില് വരുന്ന ഒരു വർക്കാണ്, ഇങ്ങനെ ഒരു പ്ലീറ്റഡ് ആയിട്ട് പ്രിന്റിൽ വരുന്ന വർക്ക്. ഇത് നെക്സ്റ്റ് വന്നത് നമ്മളുടെ ഒരു ബ്രാൻഡിൽ ചെയ്യുന്നതാണ്, പ്ലാഡി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൽ ചെയ്യുന്ന ഒരു ടോപ്സ് ആണ് ഇതെല്ലാം. നിങ്ങളും സ്വന്തമായിട്ട് ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണത് പ്ലാഡി. ഇതൊക്കെ എപ്പോ ഉണ്ടായി? ഈ പ്ലാഡി എന്ന് പറയുന്നതും ഒരു വേഗാസ് പോലെ തന്നെ പ്ലാഡി. ഞങ്ങളുടെ 5 വരെ വൈഫിന്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ് പ്ലാഡി. ശരി, ആയിക്കോട്ടെ. പുതിയ പുതിയ പേരുകൾ കണ്ടുപിടുത്തല്ലേ? ഓക്കെ, അതിന്റെ ഡിസൈൻസ് ആണ് ഇതെല്ലാം. ഇതൊക്കെ അതിൽ പെട്ടത് തന്നെയാ? പ്ലാഡി പേര് വെറൈറ്റി ആയിട്ട്. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയണം അല്ലേ? പേര് വെറൈറ്റി അല്ലേ? പിന്നെ പറയണ്ട. ഇതും അതുപോലെ ഇതൊക്കെ കോട്ടണിലാട്ടോ കാണിക്കുന്നത്. കോട്ടണിൽ തന്നെ നമുക്ക് എംബ്രോയിഡറി ആയിട്ടുള്ള സ്ലീവിൽ എംബ്രോയിഡറി വരുന്നുണ്ട്, അതിന്റെ നെക്ക് പോർഷൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ഇപ്പൊ ഇത് നിങ്ങളുടെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇപ്പൊ റീറ്റെയിൽ കടയിൽ മാത്രമല്ല, ഇപ്പോൾ ഹോൾസെയിൽ കടയിൽ വേറെ ഇല്ല? ഹോൾസെയിൽ ചെയ്തിട്ടില്ല, നമ്മൾ അതിനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് അതാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിലാണ് ഫസ്റ്റ് ലോഞ്ചിങ്. യെസ്, ഓക്കെ. പ്ലാഡി പിടിച്ചോ, പ്ലാഡി. ഓക്കെ, അപ്പൊ അതില് കുറെ ഡിസൈൻസ് ഒക്കെ മിക്കത് കോട്ടൺ ആയിരിക്കും കാണാൻ. എല്ലാം കോട്ടൺ ആണ്. കോട്ടൺ ആണ്. ഓക്കെ, ഇതും കോട്ടണിൽ തന്നെയാണ്? ഇതും കോട്ടണിൽ തന്നെ വരുന്നത്. കോട്ടണിൽ തന്നെ. അതെ, അതിന്റെ ടാഗ് വെച്ചിട്ടുണ്ട് അല്ലേ? PLADY പ്ലാഡി.
ഇതാണ്. അപ്പൊ ഇതും കോട്ടണിൽ തന്നെ. അപ്പൊ ഇതിന്റെ ഒക്കെ കളക്ഷൻസ് വേണമെന്ന് വെച്ചാൽ അപ്പൊ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. വേറെ ഏത് ഹോൾസെയിൽ ഷോപ്പിൽ പോയാലും കിട്ടില്ല. പ്ലാഡി ബ്രാൻഡ് ഓൺലി വേഗാസ് വൈശാലി, അത് നമ്മുടെ ബ്രാൻഡാണ്. നെക്സ്റ്റ് ഒരു കോട്ടണിൽ തന്നെ ഒരു കാന്ത പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ആ ഒരു അപ്പൊ ഈ പ്രൊഡക്ഷൻ ഒക്കെ നിങ്ങളുടെ ഇവിടെ തന്നെയാണ് നടക്കുന്നത്? ബാംഗ്ലൂർ ഉണ്ട്, ഇവിടെ എറണാകുളത്തുണ്ട്. എറണാകുളത്ത് അങ്ങനെ പല യൂണിറ്റ്സിലായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് ചെയ്യുന്നത്. ബാംഗ്ലൂരും ബോംബെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നല്ലൊരു ഇതും ജയ്പൂരി കോട്ടണിൽ വരുന്നത്. ഒരു പാറ്റേൺ കണ്ടു. ഞാനത് കാണിക്കാതിരിക്കായിരുന്നു. സാധാരണ വിട്ടിട്ട് ഒരു ഡിഫറെന്റ് കേട്ടോ താഴത്തെ പോർഷനില്. അത് വേറെ ഡിഫറെന്റ് ഒരു പാച്ച് കൊടുത്തെങ്കിൽ അല്ല കാണാ കളറേ അപ്പൊ കാണാൻ ഒന്നുകൂടി ഇടുപ്പായി. ഇത് കോട്ടണിലെ തന്നെ. ഇതൊക്കെ ഡെയിലി വെയർ ഓഫീസ് വെയർ കളക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. മൊത്തം അതിൽ ചിലതിൽ ലൈനിങ് ഉണ്ട്, ചിലതിൽ ലൈനിങ് ഇല്ല അല്ലേ? അതെ, നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ തന്നെ ഫുൾ ഒരു എംബ്രോയിഡറി. അതും ആ ഒരു സ്ലീവിലും ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു എംബ്രോയിഡറി അവൈലബിൾ ആണ്. അതും മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആ സൈസിലാണ് വരുന്നത്. കോട്ടന്റെ ആണെങ്കിൽ ചിലതിൽ നല്ല കോട്ടൺ ആകുമ്പോൾ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഇത് നെക്ക് പോർഷൻ ഇങ്ങനെ വന്നിട്ട് സ്ലീവ് കുറച്ചൊരു ഫാൻസി ആയിട്ട് കൊടുത്തു നമ്മള്. അതായത് കൈയിട്ടല്ല മനസ്സിലാവുള്ളൂന്നല്ലേ എന്തിന്റെ ഉള്ളിൽ നടക്കണേന്ന്. ചെറിയൊരു മിറർ വർക്കും ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഡീറ്റെയിലിംഗ്. സ്ലീവിലാണ് കാര്യം. ഇത് ജോർജറ്റിലെ ഹാൻഡ് വർക്ക് വരുന്ന ടൈപ്പ് സ്റ്റിച്ചില്. ഈ ഹാൻഡ് വർക്ക് ഒക്കെ നമ്മുടെ ഓൺ തന്നെയാണ്. നമ്മളൊക്കെ പല തവണ നമ്മുടെ വീഡിയോയില് യൂണിറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീണ്ടും യൂണിറ്റ് കാണിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സൈഡില് നമ്മളൊരു നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വൺ സൈഡ് ആണ് ഇതിന്റെ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ബ്ലാക്ക് അല്ലേ? അതും ഫുൾ സ്ലീവ്, 3/4 സ്ലീവ്. ഇത് ഫുൾ അല്ലേ? ഏകദേശം ഫുൾ ഉണ്ടാവും. ഇതിലിങ്ങനെ നെക്കിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഗോൾഡിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്ക് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി ഹാൻഡ് വർക്കിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? അതും ജോർജറ്റില് തന്നെ. ഇതിങ്ങനെ ഒരു ചെറിയൊരു ഡിസൈൻസ് ഉണ്ട് ഒരുപാട്. കുറച്ച് ഇപ്പൊ നമ്മുടെ സമയം 20 മിനിറ്റിന്റെ ഒരു ചെറിയ വീഡിയോ മതി എന്ന് പറഞ്ഞിട്ട് വന്നതാട്ടാ. 20 മിനിറ്റ് ആയില്ലല്ലോ. നമുക്കായില്ല, നിങ്ങൾക്ക് 20 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പോ നമ്മുടെ കോഡ് സെറ്റിലാണ് നമ്മൾ വന്നത്. ഇതിന്റെ ഏരിയ മേളിലാണ്. അപ്പൊ നമ്മൾ വീഡിയോ കോഡ് ഞാൻ കുറച്ച് താഴേക്ക് ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ സെയിം. ഇത് 2 പീസ് കളക്ഷൻ, പാന്റ് അങ്ങനെ. അപ്പൊ 2 പീസിന്റെ കളക്ഷനും ഉണ്ട്. സിംഗിൾ കുർത്തീസ്, കോഡ് സെറ്റ്, 3 പീസ് ഉണ്ട്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ഉണ്ട്. അൺസ്റ്റിച്ചഡ് നമുക്ക് മുകളിലേക്ക് പോയി നോക്കാം അല്ലേ? ഏറ്റവും മുകളിൽ പോയി നോക്കാം. ഇതും കോഡ് സെറ്റ് 2 പീസ് കേട്ടോ. 2 പീസ് നടുക്കിലൊരു ഇങ്ങനെ ഫ്ലീറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു കളക്ഷൻ. സെയിം ആ ഒരു കാന്ത പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. കാന്ത പ്രിന്റിൽ ഇങ്ങനെ ഒരു പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. വീനക്കാണ് കൊടുത്തിരിക്കുന്നത്. വീനക്കിൽ ഇങ്ങനെ ഒരു കൈയിട്ട കറക്റ്റ് ആ ഒരു ഡിസൈൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഇതാ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലീറ്റിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കോട്ടണില് അതേപോലെ തന്നെ കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത്. കോളർ നെക്കിൽ നമ്മളൊരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് നെക്കിന്നാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്, ഫ്ലീറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ കോട്ടന്റെ തന്നെ 2 പീസ് സെയിം ടോൺ ടു ടോണിലുള്ള ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതായത് ഏറ്റവും കൂടുതൽ പോകുന്നത് കോട്ട് സെറ്റ് ആണല്ലോ. അതെ, അതൊരു ഫ്ലയർ ടോപ്പ് ആണ്, സിമ്പിൾ ആണ്. സിമ്പിൾ ഒരു ഈ പ്രിന്റ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കണ്ടത് ഇപ്പൊ കണ്ടു പിന്നില്ല. അതാണ് കോട്ട എന്ന് വെച്ചാൽ ഏത് തരം പ്രിന്റ് ആയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. കാന്തയെ തന്നെ വരുന്നത് സ്ലീവ്ലെസ് ആണ്, ഉള്ളില് സ്ലീവ് ഉണ്ടാവും. ഇതൊക്കെ വേറെ വേറെ അല്ലേ ബ്രാൻഡ്? ഇത് വേറെ വേറെ ബ്രാൻഡാണ്. നെക്ക് പോർഷൻ കണ്ടു നമ്മള് ചെറിയൊരു ഇങ്ങനെ ഒരു വർക്കൊക്കെ ചെയ്തിട്ട് ചെറുതായിട്ട്. പിന്നെ സ്ലീവ് ഉള്ളിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരുവിധം മിക്ക എല്ലാം സ്ലീവ്ലെസ് കാണിക്കുന്നതിലൊക്കെയും നമുക്ക് സ്ലീവ് ഉണ്ടാവും. ഇനി ഇതും കോട്ടൺ തന്നെയാണ്. കോട്ടണില് 2 പീസ്. ഇതും ചെറിയൊരു നെക്കിനൊരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാ ഫ്രീ ആയിട്ട് കൊടുത്താണ് ഞങ്ങള്. പാവല്ലേ, വീഡിയോ കഴിയുമ്പോഴേക്കും ഊരി വെക്കണേ പോളെ. വീഡിയോയിലൊക്കെ ഭയങ്കര പറിച്ചില്ല, അതൊക്കെ കഴിയുമ്പോ കാണാം. നമുക്ക് അനുസരിച്ചിട്ട് കാണാൻ പോവാം. സെക്കൻഡ് ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ 3 പീസിന്റെ കളക്ഷൻസ്. അതായത് റെഡിമെയ്ഡ് 3 പീസുകൾ, നമ്മൾ ഐറ്റംസുകൾ, പിന്നെ അതേപോലെ തന്നെ ബോട്ടം വെയർ ഐറ്റംസുകൾ,
ഇതൊക്കെ ഇരിക്കുന്നത് ഈ ഫ്ലോറിലാണ്. ഓക്കെ ഓക്കെ, കളക്ഷൻസ് കാണിച്ചാലോ? യെസ് 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 ഇരിക്കുന്നു പ്ലാഡി. പ്ലാഡിയുടെ നിങ്ങളുടെ ബ്രാൻഡ്. യെസ്. ആ, അപ്പൊ ഇവിടെ നമ്മളെ കുറച്ച് ഇത് 2 പീസ് അല്ലേ? ഇത് 2 പീസിൽ കേട്ടോ, ചിക്കൻ കറിയില്. അത് 3 പീസ് എന്ന് പറഞ്ഞിട്ട് 2 പീസ് കാണിക്കണേ? അല്ല, 2 പീസ് നമ്മളിവിടെ ഞാൻ എടുത്ത് വെച്ചതാണ്. ചിക്കൻ കറി നമ്മൾ കാണിച്ചില്ലല്ലോ താഴെ. കാണിച്ചില്ല അങ്ങനെ. ഓക്കെ, ഇത് അടിയിൽ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ആ ചിക്കൻ കറിയില്. അടിപൊളി കളർ അല്ലേ? കളർ അടിപൊളിയാണ്. ഇതില് 4-5 ഷെയ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതും സെയിം അത് തന്നെയാന്ന് തോന്നുന്നു. വേറൊരു പാറ്റേൺ. ഇതും അത് തന്നെ ചിക്കൻ കറി. ഇങ്ങനെ ഒരു ചെറിയൊരു എംബ്രോയിഡറി ഉണ്ട്, ഇങ്ങനെ ചിക്കൻ വർക്ക് ഉണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ 3 പീസിലേക്ക് കിടക്കണം അല്ലേ? 3 പീസിലേക്ക്. യെസ്. പാന്റ്, ദുപ്പട്ട, ടോപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതാണ് ടോപ്പ്, ബോട്ടം വിത്ത് ദുപ്പട്ട, അങ്ങനെ 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് ഇത് വരുന്നത്. അപ്പൊ സൈസസ് സെയിം, ഈ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസ്. പ്ലസ് സൈസസ് ഇല്ല, നമ്മളത് ചെയ്യുന്നില്ല. സൈസ് കുറച്ച് ചെയ്യുന്നുള്ളൂ. കൂടുതൽ പക്ഷെ കൂടുതൽ ഈ മീഡിയം, ലാർജ് ഒക്കെയാണ് കൂടുതൽ പോകുന്നത്. ഇപ്പൊ എല്ലാവരും സ്ലിം ആയിക്കൊണ്ടിരിക്കണല്ല. സത്യം, അതാണ്. നമുക്ക് ആർക്കും വലിയ സൈസ് വേണ്ടാന്ന്. പക്ഷെ വലിയ സൈസ് വരുന്നത് കംപ്ലീറ്റ് ഔട്ടർ, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള എന്നാണ് കൂടുതലും വരുന്നത്. ഓ, ഈ കോട്ടണിൽ തന്നെ 3 പീസിന്റെ കളക്ഷൻ. ദുപ്പട്ട മൽമൽ കോട്ടൺ. അത് ലെങ്ത് നോക്കാനല്ലേ? ലെങ്ത് നോക്കാനല്ല, അതിന്റെ ആ ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോ. ഇതാണ് ഇതിന്റെ പ്രിന്റ്. ഇതാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഗ്രീൻ കളർ, പ്രഥമ ഗ്രീൻ. നല്ലൊരു സൂപ്പർ മെറൂൺ. ഈ മെറൂൺ എന്ന് പറയുമ്പോ നല്ല ടൈപ്പ് മെറൂൺ, അതില് നല്ല പ്രിന്റ്. അതിന്റെ നെക്ക് പോർഷനിൽ നമ്മളൊരു വി കൊടുത്തിട്ട് അതിലൊരു ചെറിയൊരു പ്ലീറ്റ്സ് ഇങ്ങനെ സെന്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ദുപ്പട്ട, ഇത് സെയിം ആ ഒരു ഇതില് പ്രിന്റ് ആയാലും അതിൽ കളർ ആയാലും ഒരു മാറ്റവും ഇല്ല. തുണി പക്ഷെ രണ്ടാ. ഇതും പ്യൂർ സോഫ്റ്റ് മൽമലാണ് ഇത്. അല്ല, പ്രിന്റ് കറക്റ്റ് എക്സാക്റ്റ് കളർ കോമ്പിനേഷൻ. നെക്സ്റ്റ് ഒരു ബ്ലാക്കിൽ അതിന്റെ വർക്കാണ് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കുക. ആ പ്രിന്റ് നന്നായിട്ടുണ്ട്, ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ വന്നപ്പോ അതാണ് എടുത്ത് കാണിക്കാനുള്ളത്. അപ്പൊ കോട്ടന്റെ അങ്ങനെ 3 പീസിന്റെ കളക്ഷൻ ഒരു 10-30 ഡിസൈനുകൾ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. 3 പീസ് കളക്ഷനിലും ഈ നമ്മുടെ 2 പീസ് കളക്ഷൻസിലൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പൊ 3 പീസിന്റെ സെക്ഷൻ എന്ന് പറയുമ്പോ ഒന്നും ഒളിപ്പിച്ച് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലോർ കാണിക്കുന്നത് മാത്രം. നമ്മൾ കാണിച്ചത് ജസ്റ്റ് 2-3 പീസ് ഇവിടെ ഉണ്ടെന്നൊരു ഹിന്റ് മാത്രം തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ വെസ്റ്റേൺ വെയർ കളക്ഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ വെസ്റ്റേൺ വെയർ 3 പീസ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫുൾ ഫ്ലോറിൽ ഇരിക്കുന്നത് അല്ലേ? നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടുണ്ടല്ലോ ചെറുതായിട്ട്. ഈ ഒരു പാറ്റേൺസും നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ടോ. ഇത് ലോങ് ആയിട്ടുള്ള ഐറ്റംസുകളാണ്. വരുന്നത് ജസ്റ്റ് കുറച്ച് എടുത്ത് കാണിക്കുന്നു. കുറച്ച് ലോങ് ടൈപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ പിള്ളേർക്ക് പറ്റിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇതിൽ തന്നെ 4-5 ഷെയ്ഡ്സ് ഇതിലും ഉണ്ടാവില്ല നമ്മുടെ ടോപ്പിന്റെ പോലെ തന്നെ. അതെ, എന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് എല്ലാം ഫ്രീ സൈസ് ആണ് വരുന്നത്. അതെ, ടീനേജ് ആയതുകൊണ്ടേ. ഇത് നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ആയിട്ടുള്ള ജീൻസിന്റെ കൂടെ ജാക്കറ്റ് സ്റ്റൈലൊക്കെ ഉണ്ട് അല്ലേ? ഇതാണ്ടോ, ഷർട്ട് ഉണ്ട്, ഫോർമൽ ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്. ഇതൊക്കെ ജീൻസിന്റെ ടോപ്പുകളാണ് മെയിൻ ആയിട്ട് ഇതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 3 അൺസ്റ്റിച്ചഡ് കാണിക്കാൻ പോയാലോ? ബനിയനും ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. കളക്ഷൻസ് ഇഷ്ടംപോലെ കളക്ഷൻസ് അത് വന്ന് നേരിട്ട് നമുക്ക് 3 പീസിന്റെ റണ്ണിങ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. കമാൺ. അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പൊ അൺസ്റ്റിച്ചഡ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അൺസ്റ്റിച്ചഡിന്റെ ഒരു ഫ്ലോർ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കുറച്ച് ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്താലോ? അതൊക്കെ പല പല മെറ്റീരിയൽ ആണോ ഇരിക്കുന്നത്? എല്ലാം പല പല മെറ്റീരിയൽസ് ആണ്. ഇത് പാന്റ്, ഇത് ഇങ്ങനെയാണ് അതിന്റെ തിരിച്ചു പിടിക്കും മനുഷ്യ. ഇല്ല, ഒരു മിനിറ്റ് ഇങ്ങനെ പിടിക്കേ. അത് കട്ട് ചെയ്തേ. കട്ടില്ല കേട്ടോ, ഇങ്ങനെ ശരിക്കും തനിതരം മനസ്സിലായില്ലേ? പിടിച്ചോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് അതിന്റെ ദുപ്പട്ട. ഇത് ദാമൻ സ്റ്റൈൽ വേണമെങ്കിൽ ദാമൻ സ്റ്റൈൽ ആക്കാം. അതിങ്ങനെ യോക്ക് വേണമെങ്കിൽ യോക്കും ആക്കാം. എങ്ങനെ വേണമെങ്കിലും ആക്കാം. അതാണ് വേഗസ് വൈശാഖയുടെ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. നെക്സ്റ്റ്. ഓക്കെ, ഇതാണ്ടോ
നെക്ക് പോർഷൻ വന്നിട്ട് നല്ല നെറ്റ് കോട്ടയിൽ മൾട്ടി കളർ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ മൾട്ടി കളർ തന്നെ ഫുൾ എംബ്രോയിഡറി ആയിട്ടുണ്ട്. ചെറിയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം പ്ലെയിൻ ബോട്ടമാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നെറ്റ് കോട്ടയിൽ തന്നെയാണ്, ഫുൾ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ്. എന്നിട്ട് നെക്കിൽ ചെറിയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ചെറിയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ എംബ്രോയിഡറി വർക്കും ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് സെമി ടെസറിൽ വന്നൊരു മെറ്റീരിയലാണ്. ഇതാണ്, ഇങ്ങനെയാണ് വരുന്നത്. ഇതും നമുക്ക് യോക്ക് വേണമെങ്കിൽ യോക്കാക്കാം, ദാമൻ വേണമെങ്കിൽ ദാമനാക്കാം. ഇതാണ് ദുപ്പട്ട വരുന്നത്. സെയിം ആ ഒരു ഇതിൽ തന്നെ വരുന്നത്. ഇത് മോഡൽ, ഇത് പ്യുവർ മോഡലിൽ വരുന്നൊരു ഐറ്റമാണ്. അതിൽ കളേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? യെസ്, 4 കളർ വരുമ്പോ സൈസസ് അല്ലല്ലോ, അപ്പൊ അതിനകത്ത് 4 കളേഴ്സാണ്. അപ്പം നമ്മൾ സാരിയിൽ പറഞ്ഞില്ലേ, പ്രീമിയം എടുക്കുമ്പോൾ അവർക്ക് കളർ ചൂസ് ചെയ്യാം, ലോ ക്വാളിറ്റി എടുക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ഒരു ദാമൻ സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. പ്യുവർ മോഡലിൽ നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നുണ്ടോ. നല്ല ഇങ്ങനെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത്. കോട്ടണില് ഇതിന്റെ ദുപ്പട്ട ഇത് യെസ്, പ്യുവർ കോട്ടൺ അല്ലേ? ഇതുണ്ടോ, യെസ്. അതിൽ ഇത് കാണുന്നത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ഫുൾ വീവിംഗ് ആണ്, ദുപ്പട്ടയും വീവിംഗ് ആണ് ഫുള്ള്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു റയോണിലാണ് വരുന്നത്. ബാന്തിനി ഡിസൈൻസ് ആണ് വരുന്നത്. ബാന്തിനി ഡിസൈൻസ് വന്നിട്ട് അതിൽ നെക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഹെവി വർക്കും ഉണ്ട് വിത്ത് ചെറിയൊരു പൊട്ടാപ്പട്ടി ലൈസും കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ഇത് വരുന്നുണ്ട്. പാൻറ് നെക്കൊരു കോട്ടണിൽ തന്നെ ഹക്കോബ സ്റ്റൈലിൽ, ഹക്കോബയാണ്. അതിൽ നെക്കിൽ ഒരു മൾട്ടി കളർ വന്നിട്ടുണ്ട്. ദുപ്പട്ട എക്ദം ഡിഫറെൻറ്റ് കൊടുത്തു നമ്മൾ, കാരണം നല്ലൊരു ബ്രഷ് പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ലൈസ് 4 സൈഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. പാൻറ് അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. യെസ്, ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ പ്ലെയിൻ വരുന്നുണ്ട്. ടോപ്പാണ്, ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് ഒരു അക്കോബയിൽ ഫുൾ എംബ്രോയിഡറി ആണ് വരുന്നത്. ഇതതിൻ്റെ ദുപ്പട്ട വരുന്നത്. പിന്നെ അതിലെ നോട്ട് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗ് കൂടി നോട്ട് ദ പോയിന്റ്സ്. ഇത് പ്യുവർ ജോർജറ്റിൽ വരുന്നതാണ്. ബ്ലാക്കിൽ അല്ലേ? യെസ്, ബ്ലാക്കിൽ. ഇത് അതിൻ്റെ ബോട്ടം വിത്ത് ലൈനിങ് ആണ് ഉള്ളത്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി ഐറ്റമാണ്. ഇതൊക്കെ നമുക്ക് 1000 മുകളിലുള്ള റേഞ്ച് ഒക്കെ ആണെങ്കിൽ സെലക്ട് ചെയ്യാം. 1000 മുകളിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് കളർ 4 കളറിൽ 2 കളർ എടുത്തോളണം. ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത്. അതിർത്ത് ഇത് ടോപ്പ്. യെസ്, അല്ലെങ്കിൽ നമുക്ക് ആ കെട്ടിലുള്ള 4 കളർ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. തിളങ്ങുന്നവർക്ക് തിളങ്ങാം, തിളങ്ങാണ്ടാത്തവർക്ക് തിളങ്ങാത്ത ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെന്ന് അല്ലേ? അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു ഇത് ഫുൾ ലിനലിൽ വന്നതാണ്. നമ്മളെല്ലാ മെറ്റീരിയലും ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രമേ കേട്ടോ. ഇത് അതിന്റെ ദുപ്പട്ട നമ്മളിപ്പോ കാണിച്ചത് ഒക്കെ ഡിഫറെന്റ് മെറ്റീരിയൽ ആട്ടോ. ഇപ്പൊ ഫുൾ ലിനലിലാണ് വന്നത്. ഇങ്ങനെ ഒരു പ്രിന്റുകൾ ഹാൻഡ് പ്രിന്റ് ആണ്. ഇത് ബാംബു പ്രിന്റ് എന്ന് പറയുന്നത്. ബാംബു പ്രിന്റ് അത് കുറേ ദിവസം ഇങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. ഉണങ്ങാനും മഴത്തൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് മാച്ചിങ് ഉണ്ട്, ഇതിന്റെ ഇൻഡിഗോ മാച്ചിങ് ഉണ്ട്, പിന്നെ 4 കളർ മാച്ചിങ് വരുന്നുണ്ട്, പിന്നെ സിമെന്റ് കോമൺ ഉണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റികൾ ഉണ്ട് ഇതിനകത്ത്. നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടണിൽ തന്നെ ഇങ്ങനെയാണ് അതിന്റെ ഫുൾ പ്രിന്റ് ആണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോഴാണ് ഭംഗി വരുന്നത്. കണ്ടോ, ദുപ്പട്ടയിലാണ് അതിന്റെ മൊത്തം കളികൾ കളിക്കുന്നത്. ഇത് ഒരു ചെറിയൊരു പാച്ച് പുറകെ ഒരു വിചിത്ര സിൽക്കിലാണിത്. വിചിത്ര സിൽക്കില് പാച്ച് ആയിട്ടുള്ള യോക്ക് ആണ് വന്നിരിക്കുന്നത്, എംബ്രോയിഡറി. ദുപ്പട്ട വരുന്നത് ഫുൾ ഹെവി ആയിട്ടുള്ള സ്വീക്വൻസ് ആൻഡ് എംബ്രോയിഡറി ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ബോട്ടമാണ് ഈ പ്ലെയിൻ കാണിക്കുന്നത്. നെക്സ്റ്റ് അതേപോലെ തന്നെ ഫുൾ പാച്ച് ആയിട്ട് ഇതുണ്ടോ, സെൻട്രൽ പാനൽ പോലെ ഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഹെവി ദുപ്പട്ട ഫുൾ എംബ്രോയിഡറി ആയിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ മെറ്റീരിയലും നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇനി ഇഷ്ടംപോലെ വെറൈറ്റികളുണ്ട്. ഷോപ്പിലേക്ക് എല്ലാവരും നേരിട്ട് വരിക. കച്ചവടക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഓൺലി ഹോൾസെയിൽ, നോ റീറ്റെയിൽ. സ്ഥലം ഒന്നുകൂടി പറഞ്ഞോ. നമ്മുടെ വേഗസ് വൈശാലി സ്ഥിതി ചെയ്യുന്നത് പ്രസ് ക്ലബ്ബ് റോഡിലാണ്. എറണാകുളം പ്രസ് ക്ലബ്ബ് റോഡ്. അതായത് മേനക ഇറങ്ങി വരെയും ചെയ്യാൻ പറ്റും. നമ്മളുടെ
MG റോഡ് വഴി വരാൻ പറ്റും. ഇപ്പം നിങ്ങൾ ട്രെയിനിനോ ബസ്സിനോ വരുന്നവർ ദൂരം നിന്ന് തന്നെ ട്രെയിനിൻ്റെ നോർത്തിൽ ഇറങ്ങിയാലും സൗത്തിൽ ഇറങ്ങിയാലും അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ 100 രൂപ 50 രൂപ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. വേഗസ് വൈശാലി പ്രസ് ക്ലബ് റോഡ് എന്ന് പറഞ്ഞാൽ മതി. നേരെ നമ്മളുടെ കട ഏതെങ്കിലും ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നത്. ഏതെങ്കിലും ഒരു കട, അത് നൈസായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് മൊത്തം 3 കടയുണ്ടെന്ന്. 2 ബിൽഡിംഗ് ഇവിടെ തന്നെ ഉണ്ട്, ഒരു ബിൽഡിംഗ് അടുത്ത ഗോഡൌണിൽ പോയി കാണിക്കാം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ 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 ബൈ.